പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയായി കൃപാസനത്താര ജീവനോടെ പ്രത്യക്ഷപ്പെടുന്ന മാതാവിന്റെ മാധ്യസ്ഥതയിലേക്ക് ഇന്ന് ഈ പ്രാർത്ഥന കാത്തിരിക്കുന്ന എല്ലാ മക്കളെയും ഞാൻ ആശീർവദിക്കുന്നു. കർത്താവേ, നിന്റെ തിരുമുറിവാണെന്ന് വലത് കർത്താൻ മക്കളെ സ്പർശിക്കണമേ. അളിപ്പണ്ട പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തിയിലേക്ക് ആവശ്യിക്കട്ടെ. എല്ലാ കോശങ്ങളിലും എല്ലാ പെശുകളിലും ഞരമ്പുകളിലും ചുമൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മാരക രോഗങ്ങൾ, തീരാവ്യാധികളെ യേശുക്രിസ്തു നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവെ, അങ്ങയുടെ മക്കള് ഇന്നെടുക്കുന്ന തീരുമാനങ്ങൾ, അങ്ങയുടെ മക്കള് ഇന്ന് നടത്തുന്ന യാത്രകൾ, അങ്ങയുടെ മക്കള് ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികൾ, അങ്ങയുടെ മക്കള് ഇന്ന് ഒപ്പിടുന്ന കടലാസുകൾ, രേഖകൾ, കർത്താവെ എല്ലാം നീ അറിയാനും അതുമൂലം ഉണ്ടാകുന്ന എല്ലാവിധ
അതും ഈ എന്തിനു വേണ്ടിയാണ് ചെയ്യണത്? ആ വിഷയം ലക്ഷ്യം കാണാൻ വേണ്ടി, അത് എത്രയും സ്പീഡായിട്ട് കാണാൻ വേണ്ടിയും. സമയ ചുരുക്കത്തിൻ്റെ അമ്മയെ, സഞ്ചാരി മാതാവേ, അമ്മ ഇവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളായ മക്കൾ, അവിടെ കുഞ്ഞുങ്ങളെ ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. ചിലർക്ക് അനക്കമില്ലാത്ത കുഞ്ഞുങ്ങൾ ഉണ്ടാവും, ചിലർക്ക് രോഗങ്ങൾ മാറാത്ത കാരണം ഉറക്കമില്ലാത്തവരുണ്ടാവും. ഈശോയെ, പലതരത്തിൽ വേദന അനുഭവിക്കുന്നവരും പൊറുക്കാത്ത വ്രണങ്ങളുള്ളവരും ഉച്ചമുള്ളങ്കാരുണ്ടാകുന്ന രോഗങ്ങളൊക്കെ ഏറ്റെടുക്കണേ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ നിന്നെ ആശ്രയിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ഈ രജിസ്റ്റർ കച്ചേരിയിലൊക്കെ പോയി പണം കൊടുത്ത് സ്ഥലമൊക്കെ വാങ്ങിച്ച് പ്രമാണം ചെയ്യത്തില്ലേ? പക്ഷെ നമുക്ക് ആ പ്രമാണം ഇവിടെ ഇങ്ങനെ തരത്തിലല്ല കയ്യിൽ. എന്താ പറയണത്? അവർ പറയാം, അപ്പോൾ ആധാരം എഴുത്തുകാരൻ നമ്മൾ പറയും 20 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ, അത് കഴിഞ്ഞിട്ട് പോക്കുവരോ ചെയ്തിട്ട് തരാമെന്ന് പറയും. പോക്കുവരോ നമ്മളൊന്ന് ചെയ്യണം, അല്ലെങ്കിൽ അയാൾ ആധാരം എഴുത്തുകാരൻ തന്നെ പൈസ കൊണ്ട് അടച്ച് ചെയ്തു തരും. പക്ഷേ എന്തിനാണ് 20 ദിവസം എന്ന് പറയണത്? 20 ദിവസം നമുക്ക് ആ പ്രമാണം പൈസ കൊടുത്താണേ, പൈസ കൊടുത്തതാണെങ്കിലും നമുക്ക് പ്രമാണം തരുന്നില്ല. പ്രമാണം ചെയ്തതാണ്, രജിസ്റ്റർ ചെയ്തതാണ്, പക്ഷെ നമുക്ക് കയ്യിൽ തരണില്ല. എന്താ കാര്യം? അതൊരു ഡോർമെൻറ്റ് പീരീഡാണ്. എന്താണ്? ആരെങ്കിലും ആക്ഷേപം ഉന്നയിച്ചാൽ അവർക്കൊരവസരം കൊടുക്കണം. നമ്മൾ പറയും, നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണെങ്കിലും അവകാശികൾ വേറെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി, ആക്ഷേപം ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി ഗവൺമെൻറ് നിശ്ചയിക്കണമാണത്. അപ്പം അത് നിസ്സാര കാര്യമല്ല. ഈ ആക്ഷേപം ഉന്നയിക്കപ്പെട്ടാലാ നമുക്ക് ടാക്സ് അടക്കാൻ പറ്റത്തില്ല. ആക്ഷേപം റെക്ടിഫൈ ചെയ്യേണ്ടി വരും. അല്ല, അവകാശം ഉണ്ടെങ്കിൽ അവിടെ അവകാശം കൊടുക്കേണ്ടി വരും, പൈസ കൊടുക്കേണ്ടി വരും. അവർക്ക് ആക്ഷേപം ഇല്ലെന്ന് പറയണവരെ ആ സാധനം മുന്നോട്ട് പോകും. എന്നാലും നമുക്ക് പൊക്ക് ഇരവ് ചെയ്ത് നമ്മുടെ ഉടമസ്ഥാവകാശത്തിൽ ക്രയവിക്രയ സ്വാതന്ത്ര്യം കിട്ടത്തുള്ളൂ. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ലൈഫിൽ നമ്മൾ ദൈവത്തോട് ഇപ്പോൾ ഉടമ്പടി ചെയ്ത് ജീവിക്കുന്ന അനേകം മക്കളുണ്ട്, അല്ലേ? ആ ഉടമ്പടി ദൈവദർശന് രജിസ്റ്റർ ആകണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആക്ഷേപരഹിതരായിരിക്കണം. നമ്മുടെ ഉടമ്പടിയിൽ ആരും ആക്ഷേപം ഉന്നയിക്കരുത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട വീട്ടുകാരെ. കാര്യം നമ്മളെന്ത് ആരാണെന്ന് പറഞ്ഞാലും വീട്ടുകാർക്കറിയാം നമ്മൾ ആരാണെന്ന്. പുറമേ നമ്മൾ എന്ത് കാണിച്ചാലും വീട്ടുകാർക്കറിയാം നമ്മൾ യഥാർത്ഥത്തിൽ എന്ത് പുള്ളിയാണെന്ന്. അപ്പം നമ്മൾ ഓരോരുത്തർക്കൊന്ന് എന്തെങ്കിലും അത്യാവശ്യമൊക്കെ പറഞ്ഞുകൊണ്ട് പൈസ വാങ്ങിക്കും. എന്നിട്ട് പറയും ശമ്പളം കിട്ടുമ്പോൾ താന്ന് പറയും. ശമ്പളം കിട്ടുമ്പോൾ നമ്മൾ അതിന് ബൈക്കാ അല്ല കാറാ വാങ്ങിക്കും. അപ്പോൾ അവരുടെ മക്കൾക്ക് അഡ്മിഷൻ കിട്ടാതെ, നമ്മൾ പൈസ വാങ്ങിച്ച കക്ഷികൾക്ക് മക്കൾക്ക് അഡ്മിഷൻ കിട്ടാതെ അവർ വീട്ടിൽ നിന്ന് വലയും. അപ്പോൾ ഇത് ആക്ഷേപമാണ് ശരിക്കും. എന്താ കാര്യം? നീ അവരോട് പറഞ്ഞത് വഞ്ചന കാണിച്ചു എന്നുള്ളത് ആക്ഷേപം. അപ്പോൾ എന്ത് പറ്റും? നിൻ്റെ ഉടമ്പടി രജിസ്റ്റർ ആകത്തില്ല. ഇനി ഉടമ്പടി എടുത്തില്ലെങ്കിലും എന്താ പറയുക, നിൻ്റെ പ്രാർത്ഥനകളൊന്നും രജിസ്റ്റർ ആകത്തില്ല. ഉടമ്പടി എടുത്താൽ അപ്പം നിങ്ങളോർക്കും ആക്ഷേപം ഉന്നയിച്ചാൽ ഉടമ്പടി എടുത്താലേ പ്രശ്നമാണ്. അങ്ങനെയല്ല. പ്രാർത്ഥനാ ജീവിതത്തിൽ നീ ഉടമ്പടി എടുക്കണില്ലെന്ന് വിചാരിച്ചോ, പ്രാർത്ഥനാ ജീവിതത്തിൽ നിൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടത്തില്ല. എന്താ കാര്യം? അതിനുള്ള ആക്ഷേപമുണ്ട്. അതാണ് റോമ 4:8 പറയണത്. കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. ഏറ്റവും നല്ലത് ആക്ഷേപരഹിതമായത് ഇത് വീട്ടുകാരേക്കാൾ പ്രശ്നമാണ് കർത്താവ്. നമ്മൾ എത്ര വലിയ പൊന്നും കൂടമാണെന്ന് പറഞ്ഞാലും കർത്താവ് നിന്നോട് കുറ്റമില്ലാത്തവനാണെന്ന് പറയുന്നിടത്ത് വരെ നമ്മുടെ പ്രാർത്ഥനകൾ അതിൻ്റെ മറുപടി പമ്മാൻ സാധ്യതയുണ്ട്. പല ആൾക്കാരുടെയും പ്രാർത്ഥനകൾ പമ്മുമ്പോഴേ നമ്മളെപ്പോഴും ഓർക്കേണ്ട, ഉത്തരം കിട്ടാതെ എപ്പോഴും താമസിക്കുമ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റാത്തപ്പോഴും ഒക്കെ ആധ്യാത്മിക വരൾച്ച തോന്നുമ്പോഴൊക്കെ ഓർക്കണം, നമ്മുടെ മേലെ ആക്ഷേപം ഉണ്ടോ എന്ന് നോക്കണം. മുൻപുകാലത്തെ ഏറ്റവും വലിയൊരു നടപടിക്രമമാണ് ദൈവം നമ്മുടെ മേലെ ആക്ഷേപം ഉന്നയിക്കാതിരിക്കാനുള്ള മാർഗത്തിലേക്ക് നമ്മൾ ആത്മാവിനെ പരിവർത്തനം ചെയ്യേണ്ടതാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഏകദൈവത്തിന് മഹത്വവും പരിശുദ്ധ കൃപാസന മാതാവിന് ഇന്നും ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ഷീബ എബ്രഹാം. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ സെൻറ്റ് മേരീസ് കാത്തലിക് ചർച്ച് തോന്നിയാമല എന്ന സ്ഥലത്ത് നിന്നാണ്, ഇടവാംഗമാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് സാം, ഒഫീഷ്യൽ നെയിം രാജേഷ്, മോള് അൽമിത, ഇളയ മകൾ അൽമിയ. ഞങ്ങളെ കുടുംബപരമായി ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് പരിശുദ്ധ കൃപാസന മാതാവിനോട്
ദിവ്യകുമാരനോടും 1000 നന്ദി പറയുന്നു. ഇതെൻ്റെ 2ാമത്തെ ഉടമ്പടി സാക്ഷ്യമാണ്. 2023 ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യത്തിനെക്കാട്ടിയും 3 ഇരട്ടി മധുരമാണ് എൻ്റെ ഈ 2ാമത്തെ സാക്ഷ്യം. കാരണം ആദ്യത്തെ സാക്ഷ്യത്തിൽ ഞാൻ ഒറ്റയ്ക്കാണ് സാക്ഷ്യം പറഞ്ഞതെങ്കിൽ ഇന്ന് ഈ അൾത്താരയിൽ എനിക്ക് കുടുംബമായി നിന്ന് സാക്ഷ്യം പറയുവാൻ പരിശുദ്ധ കൃപാസന മാതാവ് എന്നെ സഹായിച്ചതിനെ ഓർത്ത് 1000 നന്ദി പറയുന്നു. ആദ്യമായിട്ടുള്ള എൻ്റെ സാക്ഷ്യം എൻ്റെ സാമ്പത്തിക മേഖലയിൽ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സംരക്ഷണമാണ്. 2025 മെയ് മാസത്തിൽ എൻ്റെ വീടിൻ്റെ റിനോവേഷൻ നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ വീട്ടിൽ ഞങ്ങൾ ഡെയിലി ആവശ്യങ്ങൾക്കായി കുറച്ച് ഗോൾഡ് വീട്ടിലുണ്ടായിരുന്നു. എൻ്റെ അമ്മയും മൂത്ത മകളും മാത്രമാണ് നാട്ടിലുള്ളത്. ഞാനൊരു നേഴ്സാണ്, സൗദിയിൽ വർക്ക് ചെയ്യുന്നു. ഹസ്ബൻഡ് ഒരു എക്സ് മിലിറ്ററി ആണ്. ഇപ്പോൾ എൻ്റെ ഒപ്പം തന്നെ അവിടെ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ സൗദിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പം വീട്ടിൽ അമ്മയും മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റിനോവേഷൻ്റെ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന ഏകദേശ കണക്കാണ് 12 പവനിൽ കൂടുതലായിട്ടുള്ള ഗോൾഡ് മിസ്സാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതറിയുന്നത് ഓഗസ്റ്റ് മാസം അവസാനം, അതായത് ഇത് സംഭവിച്ചതിന് ശേഷം, റിനോവേഷൻ തുടങ്ങിയതിന് ശേഷം 3 മാസത്തിന് ശേഷമാണ് അറിയുന്നത് ഇത് കാണാനില്ല എന്നുള്ള കാരണം. ഒരു കല്യാണ ചടങ്ങിന് വേണ്ടി മോക്ക് പോകാൻ വേണ്ടി ഞാൻ അമ്മയോട് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു മോക്ക് ഇതിൽ ഒരു സാധനം ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. കാരണം സ്കൂളിൽ പോകുന്ന കുട്ടിയായതുകൊണ്ട് ഒന്നും ഇടാറില്ല. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ അമ്മയോട് പറഞ്ഞപ്പോഴാണ് അമ്മ ഇത് അന്വേഷിച്ചു. അന്നേരം കാണാതെയായി. പക്ഷേ അമ്മയ്ക്ക് കിട്ടിയില്ല. പക്ഷേ ഇത് ഞാൻ അറിയുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് ഇത് ഇട്ടു പോയി, കല്യാണ ചടങ്ങിന് പോയി എന്നാണ്. പിന്നെ ഏകദേശം ഒരാഴ്ചയോളം ഇവരിത് അന്വേഷണമായി. എന്നോട് പറഞ്ഞില്ല. കാരണം അമ്മയ്ക്കറിയാം എൻ്റെ ജീവിതത്തിലെ ആകെ ഒരു സമ്പാദ്യം എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. അതിൽ ഇൻക്ലൂഡഡായി ഈവൻ ഞങ്ങളുടെ വെഡ്ഡിങ്ങിൻ്റെ റിങ് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും അതിലുണ്ടായിരുന്നു. അമ്മയ്ക്കത് എന്നോട് പറയാനുള്ള ഒരു ധൈര്യമില്ലായിരുന്നു. അമ്മ വളരെയധികം ടെൻഷനിലായി. BP ഉള്ള ഒരാളാണ്. പെട്ടെന്ന് ടെൻഷൻ കൂടി BP എല്ലാം കൂടുതലായിട്ട് പത്തനംതിട്ടയിൽ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റായി. അമ്മ ഇത് അഡ്മിറ്റായതിന് ശേഷമാണ് BP കൂടുതലാണെന്ന് അറിഞ്ഞപ്പോഴാണ് എൻ്റെ സഹോദരി നാട്ടിലുണ്ട്, ഞാൻ അന്വേഷിക്കുന്നത് എന്താണെന്ന്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എടി നീ അമ്മയോടൊന്നും ചോദിക്കരുത്, ഇങ്ങനെയൊരു സംഭവമുണ്ട്, ഒന്നും അമ്മയ്ക്ക് വിഷമമാകണ്ട, ഇത് കാണാതെ പോയിട്ടുണ്ട്, നീ പ്രാർത്ഥിക്കുക, നീ ഉടമ്പടിയിലല്ലേ എന്ന് അവളും പറഞ്ഞു. പക്ഷേ അത് കേട്ടപ്പോൾ എനിക്ക് ആദ്യം വിഷമം ഉണ്ടായാലും പെട്ടെന്ന് ഒരു ധൈര്യം വന്നു. കാരണം അതെന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ദൈവം തന്ന ജോലിയിൽ നിന്നും എനിക്ക് കിട്ടിയ സമ്പാദ്യത്തിൽ നിന്നും ഞാൻ സമ്പാദിച്ചതാണ്. അത് ഒരു കാവൽക്കാരി മാത്രമാണ് ഞാൻ. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു ധൈര്യം ഉണ്ടായി. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ ഇടയ്ക്ക് വീട്ടിൽ വിളിക്കുമ്പോൾ അന്വേഷിക്കും. അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ സാരമില്ല, അത് പൊക്കോട്ടെ, കുഴപ്പമില്ല, ദൈവം നമുക്ക് തരാനുള്ളതാണെങ്കിൽ അത് തന്നുകൊള്ളുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ എന്നെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചു. ഏകദേശം 2 ആഴ്ചയോളമായി ഈ സംഭവം നടന്നിട്ട് അവസാനം ഇതിനൊന്നും ഒരു മാറ്റവുമില്ല. അപ്പം തീർച്ചയായും ഇത് പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന് എല്ലാവർക്കും ഉറപ്പായി. കാരണം റിനോവേഷൻ ടൈമിൽ വിവിധങ്ങളായിട്ടുള്ള ആൾക്കാർ വീട്ടിൽ വന്നു പോയിട്ടുണ്ട്. ആർക്കും ഇതിനെപ്പറ്റി അറിയത്തില്ല. ചിലപ്പം പ്രായമുള്ള ആൾക്കാരൊക്കെ വീട്ടിലുള്ളവർക്ക് അറിയാം. അത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പെട്ടെന്ന് മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായി, ഒരു ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കാമെന്ന്. അതായത് ഇത് 2 വീക്സിന് ശേഷമാണ് നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിന് ശേഷം. അങ്ങനെ ഞാനൊരു ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. പ്രെയർ റിക്വസ്റ്റ് ഇട്ടതിന് ശേഷം പിറ്റേ ദിവസം രാത്രിയിൽ, അതായത് 48 hours കഴിഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് അമ്മ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജായി വീട്ടിൽ വന്നപ്പം അമ്മ എന്നോട് പറഞ്ഞു, അതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്, ശക്തമായിട്ട് ഒരു സ്ഥലം അമ്മയ്ക്ക് മാതാവ് എഴുന്നേക്ക്, നീ അവിടെ പോയി നോക്ക് എന്നുള്ളൊരു പ്രേരണ ശക്തമായിട്ടുണ്ടായി. അത് ആക്ച്വലി എൻ്റെ വീടുമായിട്ട് ബന്ധമില്ലാതെ അപ്പുറത്തുള്ള ഞങ്ങളുടെ പഴയ വീടാണ്. അവിടെ പോകാൻ വേണ്ടി ഒരു സാധ്യതയും കുറവാണ്. അമ്മ വെച്ചെന്ന് 100% ഉറപ്പുള്ള സ്ഥലത്ത് പല പ്രാവശ്യം പല ബന്ധുക്കാരെല്ലാവരും ചെന്ന് നോക്കി, കിട്ടിയില്ല. പക്ഷേ ഈ സ്ഥലം ശക്തമായ പ്രേരണ ഉണ്ടായ സമയത്ത്, അത് ഏകദേശം രാവിലെ ടൈമാണ്. അപ്പം ആ സമയത്ത് ഞാൻ പ്രഭാത പ്രാർത്ഥന തുടങ്ങുന്ന സമയമാണ്. ഞാൻ പിന്നീട് അന്വേഷിച്ചപ്പോൾ അപ്പോൾ അമ്മ പെട്ടെന്ന് അത് പ്രേരണ ഉണ്ടായതിന് ശേഷം അവിടെ പോയി നോക്കിയപ്പോൾ വളരെ എല്ലാവർക്കും കാണാവുന്ന ഒരു രീതിയിൽ തുറസായ ഒരു സ്ഥലത്ത് ആ സാധനം, ആ കെട്ട് അതേപോലെ ഇരിക്കുന്നു. വളരെ അത്ഭുതമായി
അമ്മ എന്നെ വിളിച്ച് കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ ആ സമയം തന്നെ, അതിന് മുമ്പ് തന്നെ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട സമയത്ത് തന്നെ ഉടമ്പടി പേപ്പറിൻ്റെ ബ്ലൂ പേപ്പറിൽ ഞാൻ എഴുതി വെച്ചു, ഇത് എൻ്റെ ഉടമ്പടി, ഇത് കിട്ടുവാണെങ്കിൽ ഇതെൻ്റെ ഉടമ്പടി സാക്ഷ്യമായിരിക്കും. പിന്നെ 2 വർഷമായി ഞാൻ കൃപാസന റാലിക്ക് വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം അച്ഛൻ്റെ എല്ലാ ടോക്കുകളും ഞാൻ കേൾക്കാറുണ്ട്, അപ്പോൾ അതിന് സാമ്പത്തിക സഹായം എന്ന രീതിയിൽ അതിൽ തന്നെ ഞാൻ എഴുതി വെച്ചിരുന്നു, ഇതെനിക്ക് തിരിച്ചു കിട്ടുവാണെങ്കിൽ ഇതിൽ 1 പവൻ സ്വർണത്തിൻ്റെ വില ഞാൻ മഹാറാലിക്ക് വേണ്ടി, കൃപാസന മഹാറാലിക്ക് വേണ്ടി അയച്ചു കൊടുക്കും. ഈ സംഭവം ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് ആരോടും പറയാതെ ചെയ്തതാണ്. എൻ്റെ അമ്മ, എൻ്റെ പള്ളി മലങ്കര കാത്തലിക് ചർച്ച് തോന്നിയാമല മാതാവിൻ്റെ നാമത്തിലുള്ള പള്ളിയാണ്. അവിടെ ഒരു നിത്യസഹായ മാതാവ്, ഒരു കൽക്കുരിശുണ്ട്. അമ്മയും അവിടെ നേർച്ച പറഞ്ഞു, ഇത് കിട്ടുകയാണെങ്കിൽ അമ്മയും അതിൻ്റെ ഒരു ഭാഗം ആ കുരിശടിക്കും കൊടുത്തേക്കാമെന്ന്. അങ്ങനെ വളരെ ഭംഗിയായി ഈ കുരിശടി റിനോവേഷൻ ചെയ്യാൻ ഞങ്ങളുടെ കുടുംബത്തിന് ഇതുമൂലം സഹായകമായി. എൻ്റെ 2ാമത്തെ സാക്ഷ്യം എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ചാണ്. ഞാൻ 2022 മുതൽ ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഒരിക്കൽ പോലും എൻ്റെ ഒപ്പം ഉടമ്പടി പ്രാർത്ഥനയിലോ മറ്റുള്ള കാര്യങ്ങളിലോ പങ്കെടുക്കാത്ത ഒരു വ്യക്തിയാണ്. ഒരു എക്സ് മിലിറ്ററി ആയിട്ടുള്ള ഒരാളാണ്. അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അക്രൈസ്തവമായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾ കൂടിയാണ്. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്നതിലോ പുള്ളിക്ക് പള്ളിയിൽ പോകുന്നതിലോ മാതാവിൻ്റെ വിശ്വാസത്തിലോ ഒരു കുഴപ്പവുമില്ല. പക്ഷേ കൃപാസന മാതാവിൽ വിശ്വാസമില്ല. അപ്പം എനിക്ക് ഭയങ്കര 2023 ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കുവാൻ വന്നിട്ട് തിരിച്ചു പോയപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് എൻ്റെ കാശ് രൂപം സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് ഞാൻ ബാഗിൽ നോക്കിയപ്പോൾ ഞാൻ പ്രഭാത പ്രാർത്ഥനയ്ക്ക് കാശ് രൂപം പിടിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് ഞാൻ എത്തിയപ്പോൾ ഞാൻ ഈ കാശ് രൂപം പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് വെക്കാൻ വേണ്ടി നോക്കിയപ്പോൾ എൻ്റെ കാശ് രൂപം നഷ്ടപ്പെട്ടിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സങ്കടപ്പെട്ട നിമിഷമാണ്. ഞാൻ അലറിക്കരയായി തുടങ്ങി. കാരണം ഈ ഉടമ്പടി കാശ് രൂപം നഷ്ടപ്പെട്ടാൽ മാതാവ് കൂടെയില്ല എന്ന് ജോസഫ് അച്ഛൻ്റെ പല ടോക്കുകളിലും നിൻ്റെ ഉടമ്പടി മുടങ്ങിപ്പോയത് കൊണ്ടാണ് എന്നുള്ളൊരു ശക്തമായ ഒരു ധാരണ എനിക്ക് വന്നതിന് ഫലമായിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാനപ്പോൾ എനിക്കറിയായിരുന്ന ഒരു കാരണം എൻ്റെ മനസ്സിൽ പറഞ്ഞു, പെട്ടെന്ന് നീ മാത്രം ഒറ്റയാൾ പോരാട്ടം നടത്തിയിട്ട് കാര്യമില്ല, നിൻ്റെ ഭർത്താവും കുഞ്ഞുങ്ങളും എന്ത് ഉടമ്പടിയിലാകുന്നോ അതായിരിക്കും ഈ ഉടമ്പടി മുടങ്ങാൻ കാരണമെന്ന് ഞാൻ വളരെ സങ്കടത്തോടെ ഹസ്ബൻഡിനോട് പറഞ്ഞു. നിങ്ങൾ എൻ്റെ ഒപ്പം പ്രാർത്ഥനയിലോ മറ്റു കാര്യങ്ങളിലോ കൂടാറില്ല, ഒരു പക്ഷേ അതായിരിക്കും എൻ്റെ ഉടമ്പടി. പുള്ളിയും ഈ ഉടമ്പടി കാശ് രൂപം വേണ്ടി എയർലൈൻസിലും അവിടെ എവിടെയൊക്കെ അന്വേഷിക്കുകയുണ്ടായി. പക്ഷേ ഒന്നും ഒരു ഫലമുണ്ടായില്ല. പക്ഷേ അന്നു മുതൽ ഞാൻ 1 വർഷം ഉടമ്പടി കാശ് രൂപം നഷ്ടപ്പെട്ടുവെങ്കിലും ഉടമ്പടി ജീവിതം മുടക്കിയില്ല. അത് കണ്ടിന്യൂ ചെയ്തു, പ്രാർത്ഥിക്കുകയും മറ്റുള്ള പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനങ്ങളും എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയി. 2024 നവംബറിൽ ഞാൻ വീണ്ടും നാട്ടിലെത്തി പുതിയ ഉടമ്പടി എടുക്കുകയും ഇന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഇളയ മോളും മാത്രമാണ് സൗദിയിലുള്ളത്. ഞങ്ങൾ ഉടമ്പടി ജീവിതം നയിക്കുന്നു. പുള്ളിയുടെ സാക്ഷ്യം എന്ന് പറയുന്നത് വലിയൊരു ആക്സിഡൻറ്റിൽ നിന്നും 1 അല്ല 2 പ്രാവശ്യം എൻ്റെ ഒപ്പം ഞാൻ മാത്രം ഉടമ്പടിയിലുള്ള സമയങ്ങളിൽ 2023 റോഡിൽ ഓയിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് സ്കിപ്പായി വണ്ടി. ഹസ്ബൻഡ് ഉൾപ്പെടെ 3 ആൾക്കാർ ആ വണ്ടിയിലുണ്ടായിരുന്നു. ഡ്യൂട്ടി സ്ഥലത്തിന് ഔട്ട് സൈഡിൽ വെച്ച് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയും ഇലക്ട്രിക് പോസ്റ്റ് പൂർണ്ണമായി തകരുകയും ചെയ്തു. എങ്കിൽ ആ വണ്ടിക്ക് മാത്രം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഈ 3 പേർക്കും ഒരു കുഴപ്പവുമില്ലാതെ മാതാവ് കാത്തുപരിപാലിച്ചു. അതിനുശേഷം അതിന് പെനാൽറ്റി ആയി. കാരണം വെളിയിലുള്ളവർക്കറിയാം, അവിടെ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും സാധനങ്ങളോ കാര്യങ്ങളോ ഒക്കെ നശിച്ചാൽ വളരെ വലിയ പെനാൽറ്റിയാണ്. ഏകദേശം 10,000 റിയാൽ പെനാൽറ്റി അടിച്ചു. അങ്ങനെ ഞാൻ വളരെ സങ്കടത്തിലായി. ദൈവമേ, ഉടമ്പടി ജീവിതത്തിലാണെങ്കിലും പുള്ളി ഒരു പ്രാർത്ഥനയ്ക്കൊക്കെ വന്ന് കൂടിയ സമയത്താണെങ്കിലും വീണ്ടും ആകണമെങ്കിൽ ഞാൻ ഈ പ്രാർത്ഥിക്കുന്നതിൽ കാര്യമില്ലല്ലോ എന്ന് പുള്ളിയും വിചാരിക്കും. അതുകൊണ്ട് മാതാവെ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് കമ്പനിയിൽ ഹെൽപ്പ് ചെയ്യുകയും ആ വളരെ തുച്ഛമായ ഒരു തുക പുള്ളിൽ നിന്ന് ഈടാക്കി ബാക്കി മുഴുവൻ തുകയും കമ്പനി പേ ചെയ്ത് പെനാൽറ്റിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. 2ാമത്തെ ആക്സിഡൻറ്റ് സംഭവിച്ചത് ഈ മാസം 7-ാം തീയതിയാണ്. ഞാൻ മോളുടെ 10ാം ക്ലാസ്സിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നാട്ടിലേക്ക് വന്നു.
ഇളയ മോളും കൂടെ നാട്ടിലേക്ക് വന്നു. ഹസ്ബൻഡ് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഒരു ദിവസം ഞാൻ ഒരു കാരുണ്യ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് മറ്റുള്ളവർക്ക് ബസ് സ്റ്റാൻഡിൽ ഫുഡ് കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ പോയിരിക്കുകയായിരുന്നു. അന്ന് രാവിലെ ഹസ്ബൻഡ് വിളിച്ചു, എന്നോട് സംസാരിച്ചു വെച്ചു. പക്ഷേ കുറേ നേരമായിട്ടും ഞാൻ പള്ളിയിലൊക്കെ പോയി ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് വന്നിട്ട് വളരെ വൈകി. അപ്പം എൻ്റെ ഫോണിൽ കോളൊന്നും കാണുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്താണ് ഇത്രയും നേരം വിളിക്കാത്തതെന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ പുള്ളി ആക്സിഡൻറ്റ് സംഭവിച്ച സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. ഞാൻ ആളെ കണ്ടു, കുഴപ്പമില്ലെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് ആ വാഹനം കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഇത് തോന്നി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വണ്ടി പൂർണ്ണമായിട്ടും തലകീഴായിട്ട് മറിഞ്ഞ് മെയിൻ റോഡിൽ നിന്നും ഒരു മണ്ണിൽ ഉള്ള ഒരു റോഡിലേക്ക് 4 പേർ വീലും മേപ്പെട്ടായി ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഒരു ഡിസേർട്ട് ഏരിയയാണ്, അവിടെ ആരും അങ്ങനെ വരാൻ സാധ്യത കുറവാണ്. എങ്കിലും വേറൊരു വാഹനം അതുവഴി മാതാവായിട്ട് തന്നെ കൊണ്ടുവരികയും ഞാൻ സെയിം കാരുണ്യ പ്രവൃത്തി ചെയ്തിരുന്ന ആ സമയത്ത് തന്നെയാണ് ഈ സംഭവം. പിന്നീട് ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ആ സമയത്ത് തന്നെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. എങ്കിലും ആളുടെ ദേഹത്തു നിന്നും ഒരു പൊടി പോലും സ്കിന്നിനോ ബ്ലഡോ വരാതെ മാതാവിൻ്റെ ഉള്ളം കരങ്ങളിൽ മാതാവ് കാത്തുരുപാലിച്ചു. എങ്കിലും പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിക്കുന്നു 2 ദിവസം ദേഹത്ത് ഒരു ചെറിയ വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ആ മേളത്തെ ഡോർ പൊളിച്ചാണ് ആളെ ഇളക്കുന്നത്. അങ്ങനെ ആ വേദന മാത്രം ഉണ്ടായി. പാരസിറ്റോ പെയിൻ കില്ലർ മാത്രം കഴിച്ചു. ഒരു ഹോസ്പിറ്റലിൽ പോലും പോകാതെ മാതാവ് ആ മകനെ കാത്തു സൂക്ഷിച്ചു. അതിൻ്റെ ഫലമായാണ് ആ മകനും ഇന്ന് എൻ്റെ ഒപ്പം പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ഈ സാക്ഷിപീഠത്തിൽ നിൽക്കുന്നത്. മൂന്നാമതായിട്ട് പറയാനുള്ളത് ഒരു രോഗസൗഖ്യമാണ്. വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് മൂലം എനിക്കും എൻ്റെ കുടുംബത്തിനും ധാരാളം രോഗസൗഖ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ എൻ്റെ കൂടെ ആൾക്കാരില്ലാത്തതിനാൽ പറയാൻ പറ്റാത്ത സാക്ഷ്യങ്ങളുണ്ട്. എൻ്റെ മോളാണ് ഇത്, മൂത്ത മോൾ അൽമിത. അവൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവൾക്ക് 2024 മുമ്പ് തന്നെ ഏകദേശം 2 വർഷമായി അവൾക്ക് ഭയങ്കര സിവിയറായിട്ട് ഹെഡേക്ക് വരുമായിരുന്നു. ഒത്തിരി ഹോസ്പിറ്റലുകളിൽ, പ്രമുഖമായിട്ടുള്ള പല ഹോസ്പിറ്റലുകളും കാണിച്ചു. അവൾക്ക് ഒരു ഹാൻഡിന് ചെറിയൊരു വീക്ക്നെസ് കണ്ടിന്യൂസ് ആയിട്ട് എഴുതുമ്പോഴൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും പറഞ്ഞു ന്യൂറോയുടെ പ്രോബ്ലം ആണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പല ഹോസ്പിറ്റലുകളിലും ഡോക്ടർമാരെ പല ഡിപ്പാർട്ട്മെൻറ്റിലും കാണിച്ചു. ന്യൂറോ കാണിക്കുമ്പം അവർ പറയും ആൾക്ക് അമ്മയൊന്നും കൂടെ ഇല്ലല്ലോ, അതിൻ്റെ ടെൻഷൻ കൊണ്ടായിരിക്കാം, ഒന്ന് നോക്കുമെന്ന് പറഞ്ഞു. പല മരുന്നുകളും മാറി മാറി കൊടുത്തു. അതിനുശേഷം വേറെ പ്രമുഖമായ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ വന്നപ്പോൾ എനിക്ക് അവിടെ ഒന്ന് കൊണ്ട് കാണിക്കാൻ തോന്നി. അവിടെ ഒരു ന്യൂറോ ഹെഡിനെ കൊണ്ട് കാണിച്ചപ്പോൾ എന്ത് ഗുളികയാണ് കഴിക്കുന്നതെന്ന് കാണിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു ഇതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്ക്, നമുക്കൊരു EG 24 hours എടുത്തു നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതേ സമയത്ത് ഞാൻ പിന്നെ തിരിച്ചു പോകേണ്ട സമയമായി. ഞാൻ തിരിച്ചുപോയി. എൻ്റെ സിസ്റ്ററാണ് ഇവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി 24 hours EG എന്ന റിപ്പോർട്ട് എന്ന ഇൻവെസ്റ്റിഗേഷന് വേണ്ടി തരുന്നത്. ആ സമയത്ത് EGയിൽ കൂടി ലെഫ്റ്റ് സെൻട്രൽ റീജിയൻ, ബ്രെയിനിൻ്റെ സെൻട്രൽ റീജിയനിൽ ഒരു ഹൈപ്പർ സ്റ്റിമുലേഷൻ ഉണ്ടാകുന്നതിൻ്റെ ഫലം കൊണ്ടാണ് ആൾക്ക് ഈ ജെർക്ക് മൂവ്മെൻറ്റ് ഹാൻഡിൽ മാത്രം ഉണ്ടാകുന്നതും സിവിയർ മൈഗ്രെയിൻ ഉണ്ടാകുന്നതൊന്നും കണ്ടുപിടിക്കാനിടയായി. ഡോക്ടർ ആദ്യം ഒരു ടാബ്ലറ്റ് പ്രിസ്ക്രൈബ് ചെയ്തിട്ട് പറഞ്ഞു 1 മാസം ഇത് കഴിക്ക്, സിവിയറായിട്ട് വരുന്ന സമയത്ത് ഇത് ഉപയോഗിച്ച് നോക്കാൻ പറഞ്ഞു. ആ സമയത്ത് അവൾ കുറച്ച് ദിവസങ്ങൾ ആ ടാബ്ലറ്റ് എടുത്തു. ഞാൻ നാട്ടിലുള്ള സമയത്ത് അമ്മയോട് ഞാൻ പറഞ്ഞു വിശുദ്ധ വസ്തുക്കൾ കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ കണ്ടിന്യൂസ് ഒന്നും അവൾ ഉപയോഗിച്ചില്ല. കാരണം എപ്പോഴും എന്തിനും അവൾക്കൊരു അസിസ്റ്റൻറ്റ് വേണം. അതുകൊണ്ട് മീൻസ് അതൊക്കെ പിള്ളേരെ കമ്പൽ ചെയ്യാൻ ഒരാൾ വേണം. പലപ്പോഴും അമ്മയെ അത് മിസ്സാക്കി. അങ്ങനെ അത് വല്ലപ്പോഴും ഞാൻ ഓർമ്മിപ്പിക്കുന്ന സമയങ്ങളിൽ മാത്രം ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ നാട്ടിൽ വരുമ്പോൾ ഇവളുടെ നെറ്റിയിൽ തൈലം ഉപയോഗിക്കുകയും വിശുദ്ധ വസ്തുക്കൾ ഉപ്പും തേനും അവൾക്ക് കൊടുക്കുകയും ചെയ്തു. അതിനുവേണ്ടി എന്നും എൻ്റെ പ്രാർത്ഥനയിലുണ്ടായിരുന്നു. അത് ഈ തലവേദന കാരണം അവൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് റീഡ് ചെയ്യാനോ പഠിക്കുവാനോ, ആൾ CBSE സിലബസിൽ പഠിച്ച ഒരാളാണ്. പെട്ടെന്ന് ഇങ്ങനെ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അങ്ങനെ ഭയങ്കര സങ്കടത്തിലായി. ഞാൻ പറഞ്ഞു പഠിച്ചില്ലേലും വേണ്ടില്ല എൻ്റെ ഈശോയെ, ഒരമ്മയായി നീ കൂടെ ഇരിക്കണം. കാരണം ഒരു അമ്മയുടെ വിഷമം എല്ലാവർക്കും മനസ്സിലാവും ഇങ്ങനത്തെയുള്ള കണ്ടീഷനിലൊക്കെ. അങ്ങനെ ഒത്തിരി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇവൾക്ക് ഈ ടാബ്ലറ്റ് എടുക്കുമ്പോൾ എപ്പോഴും അസ്വസ്ഥതയാണ്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു എടി ഈ ടാബ്ലറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൾ ഏത് സമയവും കിടപ്പാണ്, ലൈറ്റ് ഇടാൻ സമ്മതിക്കത്തില്ല, ഭയങ്കര മൂകതയാണെന്ന് പറഞ്ഞു. ഞാൻ അപ്പം മാതാവിനോട് പറഞ്ഞു ഞാൻ ഇനി ഈ ടാബ്ലറ്റ് അവൾക്ക് കൊടുക്കുന്നില്ല. ഞാൻ തീരുമാനിച്ചു നീ മാറ്റുവാണെങ്കിൽ മാറ്റ്, അല്ലെങ്കിൽ വേണ്ട. കാരണം ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ഞാൻ
മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ്. പൂർണ്ണമായിട്ടും മാതാവിൽ വിശ്വസിച്ചു. ഞാനിവിടെ വെക്കേഷന് വന്നപ്പോൾ കഴിഞ്ഞ നവംബറിൽ വന്ന് ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ചു. ജോസഫ് അച്ഛൻ ഒരു കാശുരൂപം കൊടുത്തു അവൾക്ക് പ്രാർത്ഥിച്ചിട്ട്. അവൾക്ക് പേടിയാണ്, ഇത് മിസ്സാകുമോ എന്ന് വിചാരിച്ച് കഴുത്തിലിടാറില്ല. ഞാൻ പറഞ്ഞു പറ്റുന്ന സമയങ്ങളിലൊക്കെ ഇതെടുത്ത് പ്രാർത്ഥിക്കുക. എന്നിട്ട് എൻ്റെ പ്രാർത്ഥനയിലും ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിനുശേഷം പൂർണ്ണമായിട്ടും ടാബ്ലറ്റും കാര്യങ്ങളും എല്ലാം ഡിസ്കണ്ടിന്യൂ ചെയ്തു. വിശുദ്ധ വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം വളരെ സിവിയറായിട്ടുള്ള പെയിന് ഒരു 85% മാറി. ഇപ്പം വല്ലപ്പോഴും വരുന്ന ഒരു സാധാരണ തലവേദനയായി 2-3 മാസങ്ങൾ കൂടുമ്പോൾ ഒരു ചെറിയ രീതിയിൽ. ഇന്നലെ ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ വരുമെന്ന് പറഞ്ഞപ്പോൾ ഇവർക്കൊക്കെ മടിയാണ് കൂടെ നിൽക്കാൻ വേണ്ടി. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, അവിടെ സാക്ഷ്യം പറയണമെങ്കിൽ കൂടെ ആൾക്കാർ വേണം, അത് ശരിയാണോ എന്നറിയാൻ വേണ്ടി, ഇല്ലെങ്കിൽ ഞാൻ സാക്ഷ്യം പറയില്ല. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മേ ഞാനും വന്നു കൊള്ളാമെന്ന്. അങ്ങനെ സാക്ഷ്യം പറയുവാൻ ഇന്ന് എൻ്റെ മകളും എൻ്റെ ഒപ്പം ഇരിക്കുന്നു. രണ്ടാമത് ലഭിച്ചത് എൻ്റെ രോഗസഖ്യമാണ്. എനിക്ക് 5 വർഷമായി എൻ്റെ ലെഫ്റ്റ് ബ്രസ്റ്റിലും റൈറ്റ് ബ്രസ്റ്റിലും സിസ്റ്റ് ഉണ്ടായിരുന്നു. ലെഫ്റ്റ് ബ്രസ്റ്റിൽ എൻ്റെ ഇളയ മോളുടെ പ്രായമാണ്, മൂത്ത മോളുടെ പ്രായമാണ്. ആ സമയം തൊട്ട് ആപ്സിസ് ആയതിനു ശേഷം സർജറിയൊക്കെ ചെയ്തതിന് ശേഷം ഉണ്ടായ ഒരു സിസ്റ്റാണ്. അതിന് ഞാൻ 4 വർഷമായിട്ട് അൾട്രാസൗണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ വർഷവും വെക്കേഷൻ വരുമ്പോൾ അൾട്രാസൗണ്ട് ചെയ്യും. പക്ഷേ 3ാമത്തെ വർഷം അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ മാമോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ മാമോഗ്രാം ചെയ്തപ്പോൾ അതിൽ നിന്ന് ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ ലെഫ്റ്റിൽ മാത്രമല്ല റൈറ്റ് ബ്രസ്റ്റിലും സിസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം വർഷം തോറും മാമോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. 2ാമത്തെ വർഷം ഞാനത് പറഞ്ഞതിന് ശേഷം വന്നപ്പോൾ ഞാൻ വിശുദ്ധ വസ്തുക്കൾ അതിനുശേഷം എപ്പോഴും ഉപയോഗിക്കുമായിരുന്നു. ഞാൻ എല്ലാ ദിവസവും രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചു. അതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ വർഷം ഞാൻ വന്ന് മാമോഗ്രാം ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, ലെഫ്റ്റ് സൈഡിൽ നിൻ്റെ സിസ്റ്റർ ഇപ്പോൾ പൂർണ്ണമായും വളരുന്നില്ല, സെയിം എങ്ങനെയായിരിക്കുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട് അതിന് ചെറിയ രീതിയിൽ വളർച്ചയുണ്ടായിരുന്നു. ഈ ഒരു വർഷമായിട്ട് പൂർണ്ണമായും അതിൻ്റെ വളർച്ച നിന്നു പോയിരിക്കുന്നു. നിൻ്റെ റൈറ്റ് ബ്രസ്റ്റ് തീർത്തും ഫ്രീ ആണ്. ഇനി മാമോഗ്രാമോ അൾട്രാസൗണ്ടോ ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. അത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ 40 വയസ്സിന് മുകളിലായതുകൊണ്ട് 2 വർഷം കൂടുമ്പോൾ വേണമെങ്കിൽ മാത്രം നിങ്ങൾക്കൊന്ന് അൾട്രാസൗണ്ടോ നിങ്ങൾ ഡോക്ടർ സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ മാത്രം ചെയ്യുകയോ ചെയ്താൽ മതിയെന്ന് പറയുന്നു. അങ്ങനെ ആ വിഷയത്തിലും മാതാവിൻ്റെ മാധ്യസ്ഥമുണ്ടായി. അടുത്ത സാക്ഷ്യം എൻ്റെ ഇളയ മകളെ അൽമിയ. ഇവക്കിപ്പോൾ 6 വയസ്സുണ്ട്. ഇവളെ 4 മാസം തൊട്ട് എൻ്റെ ഒപ്പമാണ് സൗദിയിൽ. ഞാൻ വിസിറ്റിംഗ് വിസയിലാണ് ഇവളെ കൊണ്ടുപോയിരിക്കുന്നത്. കാരണം ഞങ്ങൾ 2 പേരും പ്രൈവറ്റ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നവരാണ്. ഞങ്ങൾക്ക് പല രീതിയിൽ ശ്രമിച്ചു നോക്കി ഇവളെ അന്ന് തൊട്ട് എൻ്റെ ഇക്കാമയിലൊന്ന്, എൻ്റെയോ ഹസ്ബൻഡിൻ്റെയോ ആരുടെയെങ്കിലും ഇക്കാമയിലൊന്ന് ആക്കാൻ പറ്റുമോ. പക്ഷേ ഒരിക്കലും അവിടുത്തെ റൂൾസ് അറിയുന്നവർക്ക് അറിയാം, അത് പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒരിക്കലും അത് പ്രാവർത്തികമല്ല. അങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിൽ എനിക്ക് ഈ ജനുവരി 2026 എൻ്റെ കോൺട്രാക്റ്റ് ഫിനിഷ് ആകുകയാണ്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇനി ഞാൻ ഈ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യുകയില്ല. എൻ്റെ മൂത്ത മകളെ ഞാൻ എൻ്റെ 6ാം മാസത്തിൽ എൻ്റെ അമ്മയെ ഏൽപ്പിച്ചിട്ട് വന്ന ആളാണ്. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവൾക്കുണ്ട്. ഇനി 2ാമത്തെ ആളെയും കൂടെ നിർത്തി ഞാൻ വരില്ല. അതിനി അന്നത്തെ സാമ്പത്തിക ശേഷി പ്രത്യാസം മൂലമാണ് ഞാൻ അന്നത് ചെയ്തത്. ഇപ്പോഴും ഞാനും ഹസ്ബൻഡുമായിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ ആയിട്ട്. അപ്പം നിനക്കിഷ്ടം ഞാൻ നാട്ടിൽ പോകുന്നതാണെങ്കിൽ ഈ ഇളയ മോളെ കൊണ്ട് ഞാൻ നാട്ടിൽ പോകും. ജനുവരിയിൽ മാർച്ച് തൊട്ട് അവൾക്ക് നാട്ടിൽ പഠിക്കും. മൂത്ത മോളുടെ കൂടെ അവളും ജീവിക്കട്ടെ. ഇല്ല, നിനക്ക് ഇക്കാമ തരണമെന്നാണ് ആഗ്രഹമെങ്കിൽ എനിക്ക് ജനുവരിക്ക് മുമ്പ് എൻ്റെ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഇക്കാമ തരണം. അങ്ങനെയാണെങ്കിൽ മാത്രം. കാരണം ജനുവരി 1 ഇവർക്ക് ലാസ്റ്റാണ് റിന്യൂവൽ തീരുവാണ് 1 ഇയറിലേക്കുള്ളത്. ഇപ്പോൾ അവിടെ 3 മാസം കൂടുമ്പോഴാണ് റിന്യൂവൽ വരേണ്ടത്. ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ വിസിറ്റിങ്ങിൽ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ഒരു പ്രാവശ്യം ഡയറക്റ്റ് ഞാനും ഹസ്ബൻഡും എല്ലാം കൂടെ പോയി ശ്രമിച്ചു നോക്കിയതാണ് ദമാം എന്ന സ്ഥലത്ത്. പക്ഷേ അവിടുത്തെ ഓഫീസിൽ നിന്ന് ഞങ്ങൾക്ക് റിജക്ഷനാണ് ഉണ്ടായത്. പറ്റത്തില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടു. പക്ഷേ ഡിസംബർ ആയപ്പോഴേക്കും എല്ലാത്തിന്മേലും അധികാരമുള്ള മാതാവ് സൗദി ലോയെ തന്നെ മാറ്റിമറിച്ചു. പ്രൈവറ്റ് സെക്ടറിൽ ഫാദറും മദറും ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവരുടെ കുട്ടികളെ സ്വന്തമായിട്ട് ഇക്കാമ നമ്മൾ പേ ചെയ്യുവാണെങ്കിൽ നമുക്ക് കൂടെ കൂട്ടാം, അവർക്ക് ഇക്കാമ ലഭിക്കുമെന്നുള്ള ഒരു വാർത്ത കേട്ടു. ഞങ്ങൾ അപ്ലൈ ചെയ്തു. ഡിസംബർ ലാസ്റ്റ് തന്നെ എൻ്റെ കുഞ്ഞിനെ ഇക്കാമ കിട്ടി. അതിൻ്റെ ഫലമായിട്ട് ജനുവരിയിൽ ഞാൻ
കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യുകയും ചെയ്തു. ഇത്രയുമാണ് മാതാവ് ഈ 2024 ശേഷം എൻ്റെ പുതിയ ഉടമ്പടിക്ക് ശേഷം എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തികളും. പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഞാൻ വർഷം തോറും മാത്രം വരത്തുള്ളൂ. ഒരു പ്രാവശ്യം, ഈ വർഷം മാത്രമേ 2 പ്രാവശ്യം വന്നുള്ളൂ. അപ്പോൾ ഞാൻ കൂടുതൽ എൻ്റെ എത്ര മാസത്തെയാണോ മിസ്സിങ് പത്രം അതെല്ലാം മേടിച്ചുകൊണ്ട് ഞാൻ ഈവൻ ഗൾഫ് റീജിയനിൽ വരെയും ഞാൻ പത്രപ്രവർത്തനം നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, സൗദി എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ വിശ്വാസത്തിന് ഇപ്പോൾ കുറച്ചൊക്കെ മാറി വരുന്നു, അങ്ങനെ എതിരെയുള്ളൊരു കൺട്രിയാണ്. അവിടെ ഷോപ്പിംഗ് മാളുകളിലും പേഴ്സണലായിട്ട് ആൾക്കാരോട് നേരിട്ട് സംസാരിച്ച് കൃപാസനത്തെപ്പറ്റി അറിയിക്കുകയും മലയാളികളായിട്ടുള്ള ആൾക്കാർക്ക് കൊണ്ടുപോയി പത്രം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പലപ്പോഴും പലരും എന്നെ അതിൽ നിന്ന് തടഞ്ഞിട്ടുണ്ട്. ഈവൻ ഒരു പ്രാവശ്യം സെക്യൂരിറ്റി മാളിൽ നിന്ന് തന്നെ സെക്യൂരിറ്റി തന്നെ എന്നോട് പറഞ്ഞു, എന്താണ് കയ്യിലിരിക്കുന്നത്, കാരണം അവർ ആ പേപ്പർ കണ്ടു, അവർക്ക് മനസ്സിലായിട്ട് എന്നോട് വന്ന് ചോദിച്ചു. ഞാൻ പതുക്കെ പറഞ്ഞു, ഇല്ല, ഇതെൻ്റെ ഒരു സുഹൃത്തിന് കൊടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങുകയും എന്നിട്ടും ഞാൻ പുറത്തു പോയി ആ പത്രം മുഴുവൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. ഈ നിൽക്കുന്ന എൻ്റെ ഹസ്ബൻഡ് പോലും പലപ്പോഴും നീ ഇങ്ങനെയൊന്നും ചെയ്യരുത്, എന്തെങ്കിലും പ്രശ്നമാകുമെന്ന് പറഞ്ഞ് എന്നെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, അതുകൊണ്ടാണ്. അതേപോലെ തന്നെ പലരും അവിടെ പത്രങ്ങൾ മറ്റുള്ള ആൾക്കാരിൽ നിന്നും വരുത്തിയിട്ട് കൊടുക്കാതിരിക്കും. അപ്പോൾ ഞാൻ പറയും, ആ പത്രം ഇങ്ങനെ എൻ്റെ തന്നേരം ഞാൻ കൊണ്ടു കൊടുത്തോളാം, ആ അനുഗ്രഹം നിങ്ങൾക്ക് നഷ്ടമാകുന്ന അനുഗ്രഹം നിങ്ങൾ മേടിച്ചോ എന്ന് പറഞ്ഞ് അവർ പത്രം തന്നിട്ടുണ്ട്. അത് ഞാൻ മറ്റുള്ളവർക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. ഞാൻ പലപ്പോഴും കൃപാസന മാതാവിനെ പറ്റി എൻ്റെ അറിവിൽ ആരൊക്കെയുണ്ടോ അവരോടൊക്കെയും പറയാറുണ്ട്. പലരും ഇവിടെ വന്ന് ഉടമ്പടി ചെയ്യുകയും സാക്ഷ്യം പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്ത ഒത്തിരി ആൾക്കാർക്ക് അതിൻ്റെ രോഗസൗഖ്യമായും പല വിസ പ്രോസസ്സിംഗ് ആയിട്ടും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആൾക്കാർ കൂടെ ഇല്ലാത്തതിനാൽ എനിക്കത് പറയാൻ സാധിക്കുകയില്ല. പിന്നീട് എല്ലാ മാസവും ഞങ്ങളുടെ സാലറിയിൽ നിന്ന് ഒരു തുക മാറ്റിയെടുക്കുകയും കാരുണ്യ പ്രവർത്തികൾക്ക്, അത് അർഹതപ്പെട്ടവർക്ക് ആഹാരത്തിൻ്റെ രൂപത്തിലും മെഡിസിൻ്റെ രൂപത്തിലും ചികിത്സാ സഹായവുമായും വീട് വെക്കാൻ പറ്റാത്തവർക്ക് അങ്ങനെ ഏതാണോ അവരുടെ സാഹചര്യം അതനുസരിച്ച് ഞങ്ങൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറുണ്ട്. പിന്നെ ആത്മീയ ജീവിതത്തിൽ അതേപോലെ തന്നെ ഡെയിലി ബ്ലെസ്സിങ് ഞങ്ങൾ സോഷ്യൽ മീഡിയ എല്ലാ ദിവസവും കേൾക്കാറുണ്ട്. അച്ഛൻ്റെ അതേപോലെ തന്നെ അതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സാക്ഷ്യങ്ങൾ എന്ന് സ്റ്റാറ്റസായിട്ടിടുകയും അതിന് നമുക്ക് തോന്നും ഇന്ന ആൾക്ക് ഇത് ആവശ്യമുണ്ട്, ഈ സാക്ഷ്യം ആവശ്യമുണ്ട്, മക്കളില്ലാത്തവർക്ക് വേണ്ടി, ജോലിയില്ലാത്തവർക്ക് വേണ്ടി, അങ്ങനെ അവരുടെ ആവശ്യമനുസരിച്ച് ആ സാക്ഷ്യങ്ങൾ അയച്ചു കൊടുക്കുകയും അല്ലാതെ ഞാൻ കേൾക്കുന്ന എല്ലാ സാക്ഷ്യങ്ങളും ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ കൂടി അതൊക്കെയും ഇവിടെ കൃപാസനത്തിലെ പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെയും ഷെയർ ചെയ്യാറുണ്ട്. അതിനുശേഷം ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം ആദ്യം ഞാൻ പറഞ്ഞുവല്ലോ, ഉടമ്പടിയിൽ ഞാൻ മാത്രമാണ് വന്നത്, പ്രാർത്ഥനയ്ക്കൊന്നും ഹസ്ബൻഡ് കൂടുകയില്ല. പക്ഷേ 2024 ഇതൊട്ട് രാവിലെ പ്രഭാതത്തിൽ പലപ്പോഴും എന്നെ വിളിച്ചുണർത്തുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. അതേപോലെ തന്നെ പ്രാർത്ഥനയിലും കാര്യങ്ങളിലും എന്നോടൊപ്പം വയ്ക്കുകയും കാരുണ്യ പ്രവർത്തികൾക്ക് എനിക്ക് പറ്റാത്ത പല കാര്യങ്ങളും മറ്റുള്ളവരോട് പറയണമെന്ന്, ഇവിടെ സാക്ഷീകരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. ഒരു ജപ്തി പരമായിട്ട് വീട് നഷ്ടപ്പെടാൻ പോയെന്ന നമ്മുടെ റിലേഷനിലുള്ള ഒരാൾ തന്നെയാണ്. പക്ഷേ ഒരു തരത്തിലും ആ ഒരു വലിയ എമൗണ്ട് കൊടുത്ത് എനിക്ക് സഹായിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. എങ്കിലും അതിന് ഹസ്ബൻഡിൻ്റെ പെർമിഷൻ കൂടി എനിക്ക് സഹായിക്കാൻ പറ്റുകയും ആ ജപ്തിയിൽ നിന്ന് ആ ഭവനം രക്ഷപ്പെടുകയും ചെയ്തു. അതേപോലെ തന്നെ പല രീതിയിലും പല ആൾക്കാർക്കും അനാഥാലയങ്ങളിലും മറ്റു പല ആൾക്കാർക്കും സഹായിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞങ്ങളുടെ മാറ്റമെന്ന് ഞാൻ പറഞ്ഞാൽ, ഞാനൊരു മലങ്കര കാത്തലിക് വിശ്വാസിയാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നാണോ ഇവിടെ ഉടമ്പടിയിൽ തുടങ്ങിയത് അന്നു മുതലാണ് ഞാൻ എൻ്റെ ഡെയിലി ജപമാല ചൊല്ലുവാൻ തുടങ്ങിയത്. അതുകൊണ്ട് അതെനിക്ക് മറ്റുള്ളവരോട് പറയുന്നതിന് യാതൊരു മടിയില്ല. ആരെന്തും വിചാരിച്ചു കൊള്ളട്ടെ, എന്തോ ക്രിസ്ത്യാനിയാണെങ്കിലും ഒരാളുടെ ആത്മീയ ജീവിതത്തിൽ ഏത് സ്ഥലമാണോ ആ ആൾക്ക് ഉന്നതിയിലേക്ക് നയിക്കുന്നത്, ആ ആളിൽ ദൈവിക സാന്നിധ്യം എന്നതിൽ എനിക്ക് തർക്കമൊന്നുമില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുവാൻ ഞാൻ അത് ആഗ്രഹിക്കുന്നു. എന്നും ഡെയിലി അരമണിക്കൂറെങ്കിലും 1-2 ദിവസങ്ങളിൽ മാത്രം അത് പൂർണ്ണമായിട്ട് മിസ്സായിട്ടില്ല, കുറച്ച് സമയ ചുരുക്കം ഉണ്ടായിട്ടുണ്ട്. ദൈവവചനം വായിക്കുന്നതിന് എനിക്ക് സാധിച്ചിട്ടുണ്ട്.
2 പ്രാവശ്യം പൂർണ്ണമായും ബൈബിൾ വായിക്കുന്നതിലും ഇതിപ്പോൾ 3ാമത്തെ വർഷമാണ് ഞാൻ ബൈബിൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ചെറിയ ചെറിയ പ്രാർത്ഥനാ കൂട്ടായ്മകൾ, മാധ്യസ്ഥ പ്രാർത്ഥനകളായിട്ടും ഇടവക തലത്തിലാണെങ്കിലും അങ്ങനെ പറ്റുന്ന രീതിയിലൊക്കെ പ്രേക്ഷിത പ്രവർത്തനം നടത്താൻ ഈ കുടുംബപരമായിട്ട് ഞങ്ങൾക്കിപ്പം സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം വളരെയധികം മെച്ചപ്പെട്ടു. എനിക്ക് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കും, ലൗകിക ജീവിതത്തിൽ നിന്ന് ആത്മീയ ജീവിതത്തിലേക്ക്, എൻ്റെ ആത്മീയ ജീവിതത്തിലേക്കുള്ള ഒരു വലിയ ചൂണ്ടുപലകയായിരുന്നു ഈ കൃപാസനവും ഇവിടുത്തെ ഉടമ്പടിയും. കാരണം അതിപ്പോൾ ഗ്രാഫ് പൂർണ്ണമായി എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. പക്ഷേ ഒത്തിരി കുറവുകളൊക്കെ ഉള്ള ജീവിതം തന്നെയാണ്. പക്ഷേ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അതിവിടെ വന്നതിന് ശേഷമാണ്. ഇതിനു മുമ്പും പല കാര്യങ്ങളിലും പ്രാർത്ഥനാ ജീവിതവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും വളരെ ഒരു ഡിഫറൻസ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃപാസനത്തിലെ ഉടമ്പടി വീട്ടിലാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ദൈവമക്കളോടും പറയുന്ന ഒന്ന് കാര്യമുണ്ട്. നിങ്ങൾ ഉടമ്പടിയിൽ ഉറച്ചു വിശ്വസിക്കുക. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിലോ നിങ്ങളുടെ കാരുണ്യ പ്രവർത്തികളിലോ ഒരിക്കലും പിന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് കുടുംബമായിട്ട് മാതാവിനെ ഈ സ്റ്റേജിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം മാത്രമാണ്. അനുഗ്രഹം വൈകിയാലും അതൊരിക്കലും നിങ്ങളുടെ അടുത്ത് വരാതെ തിരിച്ചു പോവുകയില്ല. മാതാവ് കൃപാസനത്തിലൂടെ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും എൻ്റെ കുടുംബപരമായും കൃപാസനത്തോടുള്ള നന്ദിയും കടപ്പാടും പരിശുദ്ധ മാതാവിനോടുള്ള നന്ദിയും കടപ്പാടും പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ സാക്ഷ്യം നിർത്തുന്നു. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. സങ്കീർത്തനം 7:19 കഷ്ടതയിൽ ദൈവത്തെ വിളിക്കാൻ ഇന്നിൻ്റെ ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി. ദൈവത്തിൻ്റെ ഇടപെടൽ ചിലപ്പോൾ ഉടമ്പടിയിൽ ഉടനടിയാവാം, ചിലപ്പോൾ നമുക്ക് ശക്തി നൽകുകയാവാം, ചിലപ്പോൾ ഒരു പുതിയ വഴി തുറക്കലാവാം. ദൈവം നമുക്ക് പ്രശ്നങ്ങളുടെ നടുവിൽ നിലകൊള്ളാനുള്ള ഒരു ശക്തിയാണ് ഉടമ്പടി മക്കൾക്ക് ഉടമ്പടി ജീവിതത്തിൽ ലഭിക്കുന്നത്. പ്രാർത്ഥന രക്ഷയിലേക്കുള്ള വാതിലാണ്. ഈ മകൾ പറഞ്ഞതുപോലെ ആത്മീയ ജീവിതത്തിലെ ചൂണ്ടുപലകയാണ് ഉടമ്പടി എന്നാണ്. നാം തളരുമ്പോഴും ദൈവത്തെ തിരയുമ്പോഴും ദൈവം പ്രതികരിക്കുന്നത് ഉടമ്പടിയിലൂടെയാണെന്നാണ് ഓരോ മക്കളുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ യോഗ്യതയെ ആശ്രയിച്ചല്ല, നമ്മുടെ വിളിയെ ആശ്രയിച്ചാണ്. നമ്മുടെ കരച്ചിൽ, നമ്മുടെ നിലവിളി, നമ്മുടെ വിശ്വസ്തയോടെയുള്ള ഉടമ്പടി ജീവിതമാണ് ദൈവത്തിൻ്റെ കരുണ നമ്മളിലേക്ക് എത്തിക്കുന്നത്. നമ്മളുടെ ജീവിതത്തിലും കൂടുതൽ തീക്ഷ്ണതയോടെ ഈശോ അമ്മയെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ അറിയിക്കുവാനും നമുക്ക് ശ്രമിക്കാം. ഒരു പത്രം കിട്ടുമ്പോൾ തന്നെ സൗദിയിലൊക്കെ മതപരമായിട്ട് അതൊന്നും സാധ്യമല്ല. എങ്കിലും ഈ മകള് മറ്റുള്ളവർക്ക് നഷ്ടമാകാതെ, അനുഗ്രഹം നഷ്ടമാകാതെ മറ്റുള്ളവരുടെ പത്രം കൂടെ അവിടെ ചെന്ന് കൊടുക്കുകയാണ്. പിന്നീട് ഈ മകൾ ചെയ്യുന്ന ഓരോ ആത്മീയ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ഈശോയും അമ്മയും കൂടുതൽ അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ശ്രമമാണ്. ഈ മകൾ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഇവരുടെ ജീവിതത്തിൽ കുടുംബം ഒന്നിക്കുകയും കുടുംബത്തോടെ പ്രാർത്ഥന ചെല്ലുവാനും ഒരു നല്ലൊരു ക്രിസ്ത്യൻ കുടുംബം, അതായത് ദൈവത്തിൽ ഈശോയിലും അമ്മയിലും സ്നേഹത്തോടെ ഉറച്ച ഒരു കുടുംബ ജീവിതം നയിക്കുവാനും ഈശോയിലും അമ്മയിലുള്ള ഒരു ആത്മീയ ഉണർവാണ് ഉടമ്പടി ജീവിതത്തിലൂടെ ഇവർക്ക് ലഭിച്ചത്. ഉടമ്പടി ജീവിതം നമ്മുടെ ജീവിതത്തിലും പുതിയ ഒരു ആത്മീയ ഉണർവുണ്ടാക്കുവാനായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. ജീവിതത്തിലെ ഏത് കഷ്ടതയിലായാലും വിശ്വസ്തയോടെ നമുക്കും കർത്താവിനെ വിളിക്കാം. അവൻ നമ്മെ രക്ഷിക്കും. കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മുടെ എല്ലാ കഷ്ടതകളും ദൈവത്തിൻ്റെ രക്ഷാനുഭവമാക്കി മാറ്റാമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയും അമ്മയും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടും ഷീബ അബ്രഹാമിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയതിനെ ഓർത്ത് അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് സുനിത, ഇതെൻ്റെ ഭർത്താവ് സത്യൻ. ഞങ്ങൾ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വരന്തരപ്പിള്ളിയിൽ നിന്നാണ്. ഞാൻ ഇവിടെ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് 2023 ഡിസംബർ 22 എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് പത്രം തരികയും
പിന്നെ സാക്ഷ്യങ്ങൾ ഫോണിലേക്ക് അയച്ചു തരികയുമാണ് ആദ്യം ചെയ്തത്. ഞാൻ പിന്നെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. ആ പത്രം കിട്ടി കുറച്ച് നാൾ സാക്ഷ്യങ്ങൾ കേൾക്കുകയും ധ്യാനങ്ങളിൽ പങ്കെടുക്കുകയും ചൊവ്വാഴ്ചകളിലെ ധ്യാനങ്ങൾ കേൾക്കുകയും അങ്ങനെ വീട്ടിലിരുന്ന് കുറച്ച് പ്രാർത്ഥനകളൊക്കെ തുടങ്ങി. പിന്നെ എനിക്ക് അതിൽ കൂടെ കുറച്ച് രോഗസൗഖ്യങ്ങളൊക്കെ കിട്ടുകയുണ്ടായി. അങ്ങനെ ഇരിക്കെ മകൻ ജോലിക്ക് ഫ്രാൻസിലേക്ക് പോയി. 7 മാസത്തോളം അവനവിടെ ജോലി ശരിയാവാണ്ട് കൊണ്ടുപോയ ഏജൻസി പറ്റിച്ചു. അങ്ങനെ ജോലി ശരിയാവാണ്ട് അവൻ ഒരുപാട് വേദന ഉണ്ടായപ്പോഴാണ് ഞാൻ കൃപാസനത്തിലേക്ക് വന്ന് പ്രാർത്ഥിച്ചു പോവുകയാണ്. ആദ്യം വന്ന് 2023 ഡിസംബർ 22 വന്ന് പ്രാർത്ഥിച്ചു പോയി. അതുവരെ എനിക്ക് വരണേലും മുന്നേ ഭയങ്കര വിഷമമായിരുന്നു മകൻ്റെ കാര്യങ്ങളോർത്ത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയപ്പോൾ മാതാവ് എന്നോട് ഉള്ളിലിരുന്ന് പറയാണ്, നീ എന്തിനാണ് വിഷമിക്കണത്, നന്നായി പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ എനിക്കൊരു ധൈര്യം കിട്ടി. അങ്ങനെ പിന്നെ 2024 ഫെബ്രുവരി 16 വന്ന് ഉടമ്പടി എടുത്തു. ആദ്യത്തെ സാക്ഷ്യം ഉടമ്പടി എടുത്ത് 11ാമത്തെ ദിവസം എൻ്റെ മകന് ജോലി കിട്ടുകയുണ്ടായി. അത് ഞാൻ സാക്ഷ്യം പറഞ്ഞതാണ്. ആദ്യത്തെ പുതുക്കലിന് ഞാൻ സാക്ഷ്യം പറഞ്ഞതാണ്. ഇപ്പോൾ ഞാൻ 7ാമത്തെ ഉടമ്പടിയിലാണ്. പിന്നെ 25 വർഷമായി എനിക്ക് നല്ല നടുവേദനയായിരുന്നു. നടുവേദന എന്ന് പറഞ്ഞാൽ എനിക്ക് അതേ സമയം നിൽക്കാൻ പറ്റില്ല. നിൽക്കാൻ തുടങ്ങുമ്പോഴത്തേനും എവിടെയെങ്കിലും ചെന്ന് നിൽക്കാൻ തുടങ്ങുമ്പോഴത്തേനും ഇരിക്കാനുള്ള സ്ഥലം അന്വേഷിക്കും. കാരണം എനിക്ക് നിൽക്കാൻ പറ്റില്ല. തണ്ടൽ ഭയങ്കര കഴച്ച് വീണ, നടുവിന് നല്ല ഭാരവും ഭയങ്കര വേദനയാണ്. വേദന സഹിക്കാൻ പറ്റാണ്ടാവുമ്പോൾ ഡോക്ടറെ അടുത്ത് പോയും 4 ദിവസത്തേക്ക് ഒരു കുറവ് കിട്ടും. പിന്നെ വീണ്ടും ആ വേദന വരും. അങ്ങനെ ശക്തമായ വേദന കൊണ്ട് നടന്ന് ഞാൻ ഈ 2024 ഒക്ടോബർ 25 ജപമാല റാലിയിൽ പങ്കെടുക്കുകയുണ്ടായി. ജപമാല റാലി നടന്ന് അർത്തുങ്കൽ എത്തണേലും മുന്നേ ഞാൻ ആകെ അവശതയായിരുന്നു. ഇവിടുന്ന് അവിടം വരെ കൊന്ത ചൊല്ലി പോയി. അവിടെ എത്താറായപ്പോൾ എനിക്ക് ആകെ തളർച്ചയും ക്ഷീണമൊക്കെ ആയി. ഞാൻ അങ്ങനെ അർത്തുങ്കൽ എത്തിയാൽ മതി. കൂടെയുള്ളവരോട് ഞാൻ പറഞ്ഞു, അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ എവിടെയെങ്കിലും കിടക്കും, എനിക്ക് തീരെ പറ്റണില്ല എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞ് തൊട്ടപ്പുറത്തെ പള്ളിയിൽ പോയി ഞങ്ങളോട് വിശ്രമിക്കാൻ പറഞ്ഞു. കൊണ്ടുപോയി ആൾക്കാർ വണ്ടി വരുമ്പോൾ നിങ്ങളെ വിളിക്കാം. ഞങ്ങൾ ഒത്തിരി പേരുണ്ടായിരുന്നു. അവിടെ പോയി വിശ്രമിച്ച് ആ പള്ളിയുടെ അകത്ത് ഞാനവിടെ കിടന്ന് ഒരു ഉറക്കമായി. നന്നായി ഒന്ന് ഉറങ്ങി. പിറ്റേ ദിവസം വീട്ടിലെന്ന് എത്തിക്കഴിഞ്ഞപ്പോൾ അതിന് ശേഷം പിന്നെ എനിക്ക് ആ നടുവേദന വന്നിട്ടില്ല. ആ നടുവേദന ആ റാലി കൂടിയോടുകൂടി മാതാവ് എടുത്തു മാറ്റി. മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. മരുന്ന് കഴിച്ചിട്ടൊന്നും ഒരു കാര്യം കിട്ടിയിട്ടില്ല. 4 ദിവസം ഒന്ന് കുറയും, പിന്നെ വീണ്ടും വരും. ശക്തമായ നടുവേദനയായിരുന്നു. ആ നടുവേദന എനിക്ക് ഈ റാലി കഴിഞ്ഞപ്പോൾ മാതാവ് എടുത്തു മാറ്റി തന്നു. മാതാവിന് നന്ദി, ഈശോയ്ക്ക് നന്ദി. പിന്നെ എൻ്റെ ഭർത്താവ് ഞാനിവിടെ വരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങളൊരു ഹിന്ദു കുടുംബത്തിൽ നിന്നാണ്, ഇവിടെ വരുന്നത് കൊണ്ടോ എനിക്ക് എല്ലാ സപ്പോർട്ടും ചെയ്തു തരും. പക്ഷെ ആൾ വരൂല്ല. പിന്നെ പത്രം കൊടുക്കാനൊക്കെ കൂടെ വരും, അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തിക്കൊക്കെ കൂടെ വരും. പക്ഷേ പ്രാർത്ഥനയിൽ കൂടിയായിരുന്നില്ല. എനിക്കത് വലിയ വിഷമമായിരുന്നു. കാരണം മക്കൾക്ക് വേണ്ടിയായാലും കുടുംബത്തിന് വേണ്ടിയായാലും പ്രാർത്ഥിക്കുമ്പോൾ ഭർത്താവ് TV വെച്ചിരിക്കും. ഞാൻ എത്ര പറഞ്ഞാലും ആൾ വരില്ല. അപ്പം ഞാൻ പറഞ്ഞു, 10 മിനിറ്റ് നേരെങ്കിലും ആ TV ഒന്ന് ഓഫാക്കി വെച്ചുകൂടെ എന്ന് എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ആളത് കേൾക്കാറില്ല. ഞാൻ പിന്നെ അത് പറയാതെയായി. ഞാനത് മാതാവിന് വിട്ടുകൊടുത്തു. മാതാവ് വിചാരിച്ചാൽ ആളിഞ്ഞ് വിശ്വാസത്തിലേക്ക് വരുള്ളൂ എന്ന് എനിക്ക് ഉറപ്പായി. അപ്പം ഞാൻ മാതാവിനോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. 2024 ജൂൺ 13 ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത്. ജൂൺ 13 ഡേറ്റ് ഇട്ട് 10 ദിവസത്തിനുള്ളിൽ മാതാവേ, നിൻ്റെ മുൻപിൽ എൻ്റെ ഭർത്താവ് മുട്ടുകുത്തണം, പ്രാർത്ഥനയിലേക്ക് വരണമെന്ന് ഞാൻ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. 13 സന്ധ്യാപ്രാർത്ഥനയിലാണ് പ്രാർത്ഥിച്ചത്. 14 സന്ധ്യാപ്രാർത്ഥനയായപ്പോഴത്തേനും ആള് പ്രാർത്ഥനയ്ക്ക് വന്നു. ആൾക്ക് മാതാവ് തന്നെ അതിനുള്ളൊരു വഴിയൊരുക്കി. മാതാവിന് ഈശോയ്ക്കും നന്ദി. പിന്നെ അതിനുശേഷം എല്ലാ ദിവസവും മുട്ടുകുത്തി തന്നെ ആൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കും. പിന്നെ ആൾക്ക് മുട്ടിന് നല്ല വേദനയായിരുന്നു. മുട്ടിന് വേദന എന്ന് പറഞ്ഞാൽ ഞൊണ്ടി ഭാരമുള്ള ജോലിയാണ് ആൾ ചെയ്യുന്നത്. പക്ഷെ മുട്ട് തെന്നിപ്പോണ ഒരു അവസ്ഥയായിരുന്നു. ചിരട്ട തെറ്റി തെന്നിപ്പോവുക, വീഴാൻ പോവുക, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയതോടുകൂടി പിന്നെ മുട്ടുമ്പോൾ തൈലം ഉപയോഗിച്ച് എന്നും സന്ധ്യാപ്രാർത്ഥന കഴിയുമ്പോൾ തൈലം പുരട്ടാറുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചതിനെ തുടർന്ന് പിന്നെ ആ മുട്ടുവേദന ഇപ്പോൾ മാറിപ്പോയി.
ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. പിന്നെ മകന് 2 വർഷം കഴിഞ്ഞപ്പോൾ TRP കാർഡ് പുതുക്കാനായിട്ട് നവംബർ 2024 നവംബർ 18 പുതുക്കാനായിട്ട് കൊടുത്തു. നവംബർ 27 അവൻ നാട്ടിലേക്ക് ലീവിന് വന്നു. ഡിസംബറും കഴിഞ്ഞ് ജനുവരി 7 ടിക്കറ്റ് ഇട്ടു, തിരിച്ച് ചെല്ലാൻ പറഞ്ഞു. പഴയ കാർഡിന് ജനുവരി 15 വരെ ഡേറ്റ് ഉണ്ടായിരുന്നുള്ളൂ. പുതിയ കാർഡ് പുതുക്കിയെന്ന് പറഞ്ഞൊരു മെയിലും വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് അവൻ 15 7 ടിക്കറ്റ് കിട്ടിയെങ്കിലും 15 പുതിയ കാർഡിൻ്റെ മെയിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു വരേണ്ടി വരും എന്ന് പറഞ്ഞിട്ടാണ് പോയത്. 4 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരും. അപ്പം ഞാൻ 7ാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നപ്പോൾ ആദ്യത്തെ നിയോഗമായിട്ട് വെച്ചത് എൻ്റെ മകൻ്റെ കാർഡ് എത്രയും വേഗം പുതുക്കി തരണേ മാതാവേ, പോയിട്ട് തിരിച്ച് 4 ദിവസം കഴിയുമ്പോഴത്തേനും തിരിച്ചു വരേണ്ട അവസ്ഥ വരുത്തരുത്. മാതാവ് വാങ്ങിക്കൊടുത്ത ജോലിയാണ്, മാതാവ് തന്നെ എൻ്റെ മകനെ അതിൽ പിടിച്ചു നിർത്തണം, ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവരുത് മാതാവേ, പോയിട്ട് അപ്പം തന്നെ തിരിച്ചു വരേണ്ട അവസ്ഥ വരരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അതും ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. 10 ദിവസത്തിനുള്ളിൽ കാർഡിന് മെയിൽ വരണം, പുതുക്കിയ മെയിൽ വരണം എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചു. 7 മകൻ കയറിപ്പോയി. 8 പാരീസിൽ ചെന്ന് ഫ്ലൈറ്റ് ഇറങ്ങി. അപ്പം തന്നെ മകൻ എന്നെ വിളിച്ചു, അമ്മേ കാർഡ് പുതുക്കിയ മെയിൽ വന്നു, സമാധാനമായി, ഇനി തിരിച്ചു വരണ്ട, മാതാവ് കാത്തു എന്ന് മകൻ പറഞ്ഞു. മകൻ്റെ ജോലിക്കാര്യത്തിന് വേണ്ടി ഉടമ്പടി എടുത്തുകൊണ്ട് മകൻ വിശ്വാസത്തിലേക്ക് വന്നു. അത് ഞാൻ മുന്നത്തെ സാക്ഷ്യത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഭർത്താവും വിശ്വാസത്തിലേക്ക് വന്നു. ഞാൻ എൻ്റെ കുടുംബം ഭൗതിക കാര്യങ്ങൾ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറേ ഇല്ല. കാരണം ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ എപ്പോഴെങ്കിലും പറയും എന്നല്ലാണ്ട് അത് തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ച് നടക്കാറില്ല. എനിക്ക് എൻ്റെ ഭർത്താവും മക്കളും ഒരു വിശ്വാസത്തിലേക്ക് ദൈവവിശ്വാസത്തിലേക്ക് വരണം എന്നാണ് എൻ്റെ പ്രാർത്ഥന ഉണ്ടായേ. ഞാൻ ഉടമ്പടിയിൽ നിയോഗങ്ങൾ വെക്കിയിട്ടുണ്ടെങ്കിലും ഞാനത് പിന്നെ മറന്നു പോവും. ഓരോരുത്തരും സാക്ഷ്യം പറയുമ്പോൾ 1ാമത്തെ നിയോഗം ഇതായിരുന്നു, 2ാമത്തെ നിയോഗം ഇതായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഉടമ്പടിയിൽ നിന്ന് വെച്ച നിയോഗങ്ങൾ എനിക്ക് തന്നെ ഓർമ്മയില്ല. അപ്പോഴത്തെ വിഷമങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതി വയ്ക്കും. അത് എല്ലാ കള്ളിയിലൊന്നും ഞാൻ എഴുതാറുമില്ല. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ എനിക്ക് വിശ്വാസത്തിൽ വരണം എന്നുള്ളൊരു ആഗ്രഹമാണ് കൂടുതലായിട്ടുണ്ടായിരുന്നത്. പിന്നെ രോഗസൗഖ്യങ്ങൾ, എനിക്ക് കഴുത്തിലൊരു പാലുണ്ണി പോലെ, പാലുണ്ണി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പത്തിലായിരുന്നു. അത് കഴുത്തും കൂടി ചരിക്കുമ്പോഴൊക്കെ മടങ്ങുമ്പോഴൊക്കെ നല്ല വേദനയായിരുന്നു. പിന്നെ തുടുത്ത് ഇങ്ങനെ വീർത്തിരിക്കുകയായിരുന്നു, നല്ല വേദനയാണ്. അച്ഛനും മകനും പറഞ്ഞു ഡോക്ടറെ അടുത്തേക്ക് പോവാന്ന്. ഞാൻ പറഞ്ഞു മാതാവിൻ്റെ നേർച്ച വസ്തുക്കളുള്ളപ്പോൾ ഇന്നിനാ ഡോക്ടറെ അടുത്തേക്ക് പോണ് എന്ന് പറഞ്ഞു. ഞാൻ 2 ദിവസം തൈലം പുരട്ടി. അപ്പോൾ എനിക്കത് തിരിച്ച് വേദന പോലെ തോന്നി. അപ്പം എൻ്റെ മനസ്സിൽ തോന്നി, നീ ഉപ്പും തൈലവും കൂട്ടി പുരട്ടുന്ന് മാതാവ് എന്നോട് മനസ്സിൽ തോന്നിച്ചു. ഉപ്പും തൈലവും കൂടി പുരട്ടി 4 ദിവസം പുരട്ടിയുള്ളൂ. അത് കരിഞ്ഞ് അവിടെ നിന്ന് അടർന്നു പോയി. അങ്ങനെ ഒരു രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഈ വിരലിന് ഭയങ്കര വേദനയായിരുന്നു. വേദന എന്ന് പറഞ്ഞാൽ തലമുടി പോലും തൊടുമ്പോൾ ഭയങ്കര വേദന, ഞരമ്പ് വലിഞ്ഞ് മുറുങ്ങണ വേദന. ആ വേദന ഈ കൈമയ്ക്കും ഈ ഷോള് വരെ കയറും. ഒട്ടും ഈ കൈ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. അങ്ങനെ ഒരു വേദനയായിരുന്നു. അപ്പം ഞാനിവിടെ ഒരു ചേച്ചി സാക്ഷ്യം പറയണത് കേട്ടു. ആ ചേച്ചിക്ക് ഇതുപോലെ വേദനയായിട്ട് ഡോക്ടറെ കണ്ടപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഞരമ്പിൻ്റെ എന്തോ കുഴപ്പമാണെന്ന് പറഞ്ഞേ, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് കേട്ടപ്പോൾ അതേ അവസ്ഥ തന്നെയാണല്ലോ എനിക്കും. ഞാൻ ഡോക്ടറെ അടുത്തേക്ക് പോയില്ല. എനിക്കിപ്പോൾ ഒരു അസുഖങ്ങളും ഇല്ല. ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു അസുഖങ്ങളും വരുന്നില്ല. ഞാൻ ചെറിയ അസുഖങ്ങൾ വന്നാലും ഡോക്ടറെ അടുത്തേക്ക് പോവില്ല. ഉടമ്പടി നേർച്ച വസ്തുക്കൾ മാത്രമാണ് ഞാൻ എൻ്റെ കുടുംബത്തിലുള്ളവരെല്ലാവരും ഉപയോഗിക്കുന്നത്. ഞാൻ ആ തൈലം കുറച്ച് ദിവസം പ്രാർത്ഥന കഴിയുമ്പോൾ പുരട്ടും. അങ്ങനെ പുരട്ടി കുറച്ച് ദിവസം പുരട്ടി. ഇപ്പം എനിക്ക് അങ്ങനെ ഒരു സംഭവമേ വേദനയില്ല. ആ ചേച്ചിക്ക് അതേപോലെ തന്നെ തൈലം പുരട്ടിയിട്ട് മാറിപ്പോയി എന്ന് ഞാൻ സാക്ഷ്യത്തിൽ കൂടെ കേട്ടു. അങ്ങനെ എനിക്കും അതേപോലെ തന്നെ രോഗസൗഖ്യം കിട്ടി. മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യണത് പൊതിച്ചോറ്, വഴിയരികത്തൊക്കെ ഇരിക്കുന്ന അവശതയായ ആൾക്കാർക്ക് പൊതിച്ചോറ് കെട്ടിക്കൊണ്ടു കൊടുക്കും. പിന്നെ അതേപോലെ ഞാൻ 4ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ പിന്നെ വയ്യാണ്ട് കിടക്കുന്ന ആൾക്കാരുകൾക്ക്, രോഗികൾക്കൊക്കെ ഞങ്ങളിൽ കഴിയാവുന്ന രീതിയിൽ പൈസ കൊടുത്ത് സഹായിക്കാറുണ്ട്. പിന്നെ അപ്പോൾ എനിക്കതൊരു കുറവായിട്ട് തോന്നി. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സ്വന്തം രീതിയിൽ, അപ്പോൾ ഭർത്താവ് ജോലി ചെയ്ത് കൊണ്ടുവരുന്ന പൈസയാണ് കൊണ്ടു കൊടുക്കുന്നത്. അപ്പം ഞാൻ സ്വന്തമായിട്ടൊന്നും ചെയ്യണില്ല എന്നൊരു കുറവ് പോലെ തോന്നി എനിക്ക്. 4ാമത്തെ ഉടമ്പടി പുതുക്കി വന്നതിൻ്റെ പിറ്റേ ദിവസം ഞാൻ പകൽ കിടന്ന് ഉറങ്ങണ്. അപ്പം മാതാവ് സ്വപ്നത്തിൽ വന്ന് പറയുക, നീ രോഗികളെ പോയി കുളിപ്പിക്കണമെന്ന് സ്വപ്നത്തിൽ കൂടെ പറഞ്ഞു. അപ്പം എനിക്ക് എന്തായാലും അത് ചെയ്യാണ്ട് പറ്റില്ല എന്ന് എൻ്റെ മനസ്സിൽ ഭയങ്കര തോന്നലുണ്ടായി. അങ്ങനെ ഞങ്ങൾ കൃപാസനത്തിൽ
ഉടമ്പടി എടുത്ത കുറച്ച് ആൾക്കാർ അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ എന്നെയും കൂടി ആഡ് ചെയ്ത് ഞങ്ങൾ അങ്ങനെ പീസ് ഹോം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി ശുശ്രൂഷ ചെയ്യുന്നു. അവിടെ രോഗികളെ കുളിപ്പിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എല്ലാ മാസവും പത്രം വാങ്ങിക്കും. പത്രം വാങ്ങിച്ച് ആദ്യമൊക്കെ ഓട്ടോ സ്റ്റാൻഡിലും അവിടെ ഇവിടെയൊക്കെയാണ് കൊടുത്തിരുന്നത്. പിന്നെ എനിക്ക് തോന്നി കൊടുത്ത ആൾക്കാർക്ക് തന്നെ കൊടുക്കുമ്പോൾ അതൊരു ഇതില്ല, അവർക്ക് അറിയാവുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കുള്ള ടൗണുകളിൽ ചെന്നിട്ട് നടന്ന് വരുന്ന രോഗികൾക്ക്, റോഡിൻ്റെ സൈഡിൽ കൂടെ നടന്ന് വരുന്ന ആൾക്കാരുകൾക്ക് പത്രം കൊടുക്കും. പിന്നെ എല്ലാ ചൊവ്വാഴ്ചയും ധ്യാനം കാണും, ധ്യാനം ഷെയർ ചെയ്യും, സ്റ്റാറ്റസ് ഇടും. പിന്നെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് കാണും, സ്റ്റാറ്റസ് ഇടും, ഷെയർ ചെയ്യും. അങ്ങനെ പിന്നെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം എനിക്കാണെങ്കിൽ പെട്ടെന്ന് പ്രതികരിക്കണം, എന്തെങ്കിലും കേട്ടാൽ പ്രതികരിക്കണ സ്വഭാവം, ദേഷ്യമൊക്കെ ഉള്ള സ്വഭാവമായിരുന്നു. ഇപ്പോൾ അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. പിന്നെ സ്വന്തം കാര്യം നോക്കി മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും അങ്ങനെ അവരുടെ ബുദ്ധിമുട്ടുകളൊന്നും കേൾക്കും എന്നല്ലാതെ ഞാൻ അങ്ങനെ അധികം ചെവി കൊടുക്കാറില്ല. ഇപ്പോൾ മറ്റുള്ളവരുടെ വിഷമങ്ങൾ കാണുമ്പോഴുള്ളൊരു നമുക്കൊരു വേദനയിൽ, അവരുടെ വേദനയിൽ പങ്കുചേരുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ആത്മീയമായ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. കാരണം എന്താ പറയുക, ബൈബിള് വായിക്കും, അരമണിക്കൂർ ബൈബിള് വായിക്കും, പിന്നെ കൊന്ത ചൊല്ലും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോണു. അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനം ചൊവ്വാഴ്ച തന്നെ കേൾക്കും. കാരണം എനിക്ക് പിന്നീടത്തേക്ക് മാറ്റി വയ്ക്കുന്നത് ഇഷ്ടമില്ല. പിന്നെ പ്രാർത്ഥനയുടെ 2 നേരം പ്രാർത്ഥനയൊന്നും ഇതുവരെ തെറ്റിക്കാനോ, എവിടെ പോവാന്നുണ്ടെങ്കിലും പ്രാർത്ഥനയുടെ നേരത്തേനും വീട്ടിൽ വരും. അതേപോലെ മോനായാലും ചേട്ടനായാലും പ്രാർത്ഥനയ്ക്ക് വന്നതിന് ശേഷം പ്രാർത്ഥന കൃത്യം 7 മണിക്ക് എവിടെ പോയാലും ഞങ്ങൾ വീട്ടിലെത്തും. അതനുസരിച്ചുള്ള സമയം നോക്കിയാൽ അപ്പുറത്തേക്ക് പോവുള്ളൂ. അങ്ങനെ ഒരുപാട് ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന് ഞങ്ങളെ സഹായിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞോളുന്നു. ഉടമ്പടിയിലൂടെ ദൈവം ഒരാളെ സ്വന്തമായി കരുതുന്നു. 5-ാം അധ്യായം 18-ാം വചനമാണ്. ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള ഒരു ബന്ധമാണ് ഉടമ്പടി, ഒരു വിശ്വാസത്തിൻ്റെ ഒരു ബന്ധം. ദൈവത്തിൻ്റെ പ്രശംസ ലഭിക്കുന്നത് വലിയ വലിയ പ്രവൃത്തികളിലൂടെയല്ല, വിശ്വാസത്തിലും അനുസരണയിലും നിന്നാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കും ഫലം കാണുമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ ദൈവം ചിലപ്പോൾ നമ്മളോട് കാത്തിരിക്കാനാണ് പറയുന്നത്. വിശ്വാസത്തോടെ കാത്തിരിക്കുമ്പോഴാണ് അത് ദൈവത്തിന് പ്രസാദകരമാകുന്നത്. അസാധ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ സാധ്യമാക്കി തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായാലും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോൾ, ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ് ദൈവം ഒരാളെ സ്വന്തമായി കരുതുന്നത്. അങ്ങനെയുള്ളൊരു വലിയ സാക്ഷ്യമാണ് സുനിത സത്യൻ എന്ന മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ദൈവത്തിന് സ്വന്തമായി കരുതിയ ഈ മക്കൾ 7 പ്രാവശ്യം പുതുക്കി ഇന്നിപ്പോൾ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്നത്. ഈ മകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചെന്നോട് പറഞ്ഞത്, ഭൗതിക കാര്യങ്ങളെക്കാളും ഞാൻ കൂടുതൽ പ്രാർത്ഥിച്ചത് എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും വിശ്വാസത്തിൽ വരണമെന്നാണ്. ഈ അമ്മയാണ് മക്കളെയും ഭർത്താവിനെയും എല്ലാം വിശ്വാസത്തിൽ വരുവാനും നയിക്കുവാനും പ്രാർത്ഥിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ മക്കളെയും വിശ്വാസത്തിൽ വളർത്തുവാൻ നമുക്ക് ശ്രമിക്കാം. ഇനിയും മുന്നോട്ട് ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ ഈ മക്കൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഭൗതിക കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ട് എല്ലാം ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം. നമുക്ക് കൂടുതലും ആത്മീയതയിലേക്ക് വളരുവാനും ഈശോയെ അമ്മയും കൂടുതൽ സ്നേഹിക്കുവാനും നമ്മൾക്കും ശ്രമിക്കാം. ഉടമ്പടിയിലൂടെ ദൈവം ഒരാളെ സ്വന്തമായി കരുതുമ്പോൾ നമ്മൾ സ്വന്തമായി കരുതാനായിട്ട് അതിന് മാത്രം ദൈവത്തിൻ്റെ പ്രശംസ ലഭിക്കാൻ തക്കവിധം പ്രവർത്തിക്കണമെന്നാണ് റോമൻസ് 2-9-ാം അധ്യായം 9-ാം വചനം പറയുന്നത്. ദൈവത്തിൻ്റെ പ്രശംസ ലഭിക്കാൻ തക്കവിധം പ്രവർത്തിക്കുക എന്നാണ്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ പ്രശംസ ലഭിക്കാൻ തക്കവിധം നമ്മുടെ ഉടമ്പടി ജീവിതം ആത്മാർത്ഥതയോടെ വിശ്വാസത്തിലുപരി വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ദൈവവാഗ്ദാനത്തിൽ വിശ്വസിച്ച് ക്ഷമയോടെ നമ്മൾക്ക് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. സുനിത സത്യനും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.
യേശുവേ നന്ദി, യേശുവേ സ്തുതി. 10:32 മനുഷ്യരുടെ മുന്നിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്വനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. എൻ്റെ പേര് എല്ല. ഞങ്ങൾ ഇതെൻ്റെ പപ്പയാണ്, ഇതെൻ്റെ അമ്മയാണ്. ഞങ്ങൾ മൂവാറ്റുപുഴയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ യാക്കോബായ സഭയിൽ അംഗങ്ങളാണ്. ഞാൻ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്നുകൊണ്ട് എൻ്റെ കുടുംബത്തോടു കൂടി എനിക്ക് സാക്ഷ്യം പറയാൻ ഭാഗ്യം തന്നതിൽ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി. എൻ്റെ അമ്മ 2022 തൊട്ട് ഉടമ്പടിയിലാണ്. അമ്മയുടെ ഉടമ്പടിയിൽ ഉടമ്പടി പ്രാർത്ഥനയിലും പ്രേക്ഷിത പ്രവർത്തനത്തിലും ഞാനും പങ്കാളിയായിരുന്നു. അന്നേരം ഞാൻ ഉടമ്പടി എടുത്തിരുന്നില്ല. പിന്നീട് ജൂലൈ 7-ാം തീയതി 2025 ഞാൻ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ അമ്മയും ഈശോയും എൻ്റെ പിറന്നാൾ മാസമായ ഫെബ്രുവരിയിൽ എനിക്ക് സ്വർഗത്തിൽ നിന്ന് ഇറക്കി തന്ന എൻ്റെ ജോലിയുടെ സാക്ഷ്യം പറയാനാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ബിടെക് നല്ല CGPA പാസ്സായ ഒരു വിദ്യാർത്ഥിനിയാണ്. കഴിഞ്ഞ ജൂൺ മാസത്തിൽ പാസ്സായ ഒരു വിദ്യാർത്ഥിനിയാണ്. എനിക്ക് അക്കാഡമിക് നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ വിശ്വസിച്ചിരുന്നത് എനിക്ക് എന്തായാലും ജോലി ലഭിക്കുമെന്നായിരുന്നു. ഞാൻ എൻ്റെ മെറിറ്റിലാണ് പൂർണ്ണമായി വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഞാൻ 100 കണക്കിന് ആപ്ലിക്കേഷൻ അയച്ചിട്ടും റെഫറലിന് വേണ്ടി ഒത്തിരി പേരോട് ആവശ്യപ്പെട്ടിട്ടും ക്യാമ്പസ് പ്ലേസ്മെൻറ്റിൽ ഓരോ റൗണ്ടിൽ എത്തിപ്പെട്ടിട്ടും എല്ലായിടത്തും എനിക്ക് ഫെയിലിയേഴ്സും റിജക്ഷൻസും ആണ് കിട്ടിയിരുന്നത്. എൻ്റെ കൂടെയുള്ള എല്ലാവരും എൻ്റെ പല മേഖലകളിൽ പല സ്ഥലങ്ങളിൽ പല കമ്പനിയിൽ ജോയിൻ ചെയ്യുകയും പള്ളിയിൽ പോയാലും എവിടെ പോയാലും എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് ജോലി ആയില്ലേ എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് ഞാൻ വളരെയധികം ഒറ്റപ്പെട്ടിലായി. അതിനുശേഷമാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. പിന്നീട് ഒരു പുതുക്കലിന് ശേഷം ഞാൻ ഡിസംബർ 7-ാം തീയതി അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ അമ്മയെ ഈശോപ്പച്ചനെ മുത്തുവാൻ വന്ന അവസരത്തിൽ ഞാൻ ഇവിടെ വന്ന് അമ്മയെ ഈശോപ്പച്ചനെ മുത്തിക്കൊണ്ട് പറഞ്ഞു, എത്ര താമസിച്ചാലും അമ്മയും ഈശോപ്പച്ചനും എനിക്ക് ഒരു ജോലി തരുമെന്ന് എനിക്ക് ഉറപ്പാണ്. അമ്മയ്ക്ക് ഈശോപ്പച്ചനും എന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതൊരിക്കലും നാശത്തിന് വേണ്ടിയല്ല, ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ജോലി എത്ര താമസിച്ചാലും അമ്മയും ഈശോപ്പച്ചനും എനിക്ക് തരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ ഇന്ന് നന്ദി പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പോയിരുന്നത്. പിന്നീട് ഡിസംബർ 15-ാം തീയതി ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുവാൻ വന്നു. അച്ഛൻ്റെ ബ്ലെസ്സിങ്ങിൻ്റെ സമയത്ത് ഞാൻ അച്ഛനോട് ഞാൻ ഇനി പഠിക്കണോ അതോ ജോലിക്ക് തന്നെ ശ്രമിക്കണമോ എന്ന് ചോദിച്ചു. അതിനെ തുടർന്ന് അച്ഛൻ എന്നോട് ഒരു നമ്പർ പറയുവാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ 7 എന്നൊരു നമ്പർ പറയുകയും അച്ഛൻ അമ്മയെ നോക്കിക്കൊണ്ട് 7-ൽ നടക്കുമെന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ ഏത് ദിവസമാണോ മാസമാണോ തീയതിയാണോ എന്നൊന്നും എനിക്ക് മനസ്സിലായില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ കൂടുതൽ ശക്തീകരിക്കും, എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം കൂടുതൽ ആഴപ്പെടുകയും ഞാൻ അമ്മയോടും ഈശോപ്പച്ചനോടും ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ എനിക്ക് ജോലി കിട്ടണമെങ്കിൽ അത് 4-5 റൗണ്ട് പാസ്സായിട്ട് വേണം ജോലിക്ക് കയറുവാൻ. അമ്മയും ഈശോപ്പച്ചനും എനിക്ക് അമ്മയുടെ ഈശോപ്പച്ചനെയും ഉടമ്പടിയുടെ ഫാക്ടേഴ്സായ ലൈറ്റ് വെയ്റ്റിങ്ങും ടൈം ഷോർട്ടിങ്ങിലൂടെ ഒരു ജോലി തരണമെന്ന് ഞാൻ കഠിനമായി പ്രാർത്ഥിച്ചു. അതിനെ തുടർന്ന് എനിക്ക് ഒറ്റ ഇൻ്റർവ്യൂവിൽ തന്നെ എന്നെ ഡിസംബർ 17-ാം തീയതി ഒരു HR വിളിക്കുകയും ഒരു പ്രമുഖ കമ്പനി ക്ലേസിസ് എന്ന കമ്പനിയിൽ ഒരു HR വിളിക്കുകയും ഞാൻ പഠിച്ചിട്ടില്ലാത്തൊരു മേഖലയിൽ എനിക്കൊരു ഡെവലപ്പർ പൊസിഷനായിട്ട് എന്നെ ഇൻ്റർവ്യൂവിന് ഷെഡ്യൂൾ ചെയ്യുകയും ചെയ്തു. പിറ്റേന്ന് ഡിസംബർ 18-ാം തീയതി ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ അമ്മയുടെ സാന്നിധ്യം ഉണ്ടെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ഗ്രേ കളർ ഡ്രസ്സ് ഇട്ട് ഒരു മാം ആയിരിക്കണം എൻ്റെ ഇൻ്റർവ്യൂർ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിൻ പ്രകാരം അമ്മ പ്രത്യക്ഷപ്പെട്ട സമയമായ 2:30 തന്നെ എൻ്റെ ഇൻ്റർവ്യൂ നടക്കുകയും ആ സമയത്ത് എൻ്റെ ഇൻ്റർവ്യൂർ ഒരു മാമും അതേപോലെ തന്നെ ഞാൻ ആവശ്യപ്പെട്ടതുപോലെ എൻ്റെ ഇൻ്റർവ്യൂർ ഗ്രേ ഡ്രസ് ഇട്ടാണ് അന്ന് വരുന്നത്. എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ ഉടമ്പടി വസ്തുക്കളായ ഉപ്പ് മേശയുടെ അടിയിൽ ഇടുകയും വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പൂശുകയും ലാപ്ടോപ്പിലും എൻ്റെ നാവിൽ പൂശുകയും 2 തിരി നീലയും പച്ചത്തിരിയും കത്തിച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. എനിക്ക് ഇൻ്റർവ്യൂ അത്ര സുഖകരമല്ലായിരുന്നു. എനിക്കറിയില്ലാത്ത ഒരുപാട് പോർഷനിൽ നിന്ന് എന്നോട് ചോദ്യം ചോദിച്ചു. പക്ഷേ ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ പൂർണ്ണമായി എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ സമർപ്പിച്ചു. പിന്നീട് ജനുവരി 13-ാം തീയതി ചൊവ്വാഴ്ച
എന്നെ ആ കമ്പനിയിൽ നിന്ന് HR വീണ്ടും വിളിച്ചു. ഞാൻ 1 മാസത്തെ ട്രെയിനിങ്ങിലേക്ക് ഞാൻ സെലക്റ്റായി എന്നും ആ ട്രെയിനിങ് സമയത്ത് എൻ്റെ പെർഫോമൻസ് അസസ് ചെയ്തിട്ടാണ് എന്നെ പെർമനൻറ്റ് എംപ്ലോയി ആയി എടുക്കുമോ ഇല്ലേ എന്ന് തീരുമാനിക്കൂ എന്ന് പറയുകയും ചെയ്തു. അതിനെ തുടർന്ന് എൻ്റെ ട്രെയിനിങ് ആരംഭിച്ചു. ആ സമയത്ത് എൻ്റെ കൂടെ ഒരു ഫ്രണ്ടും ഒരു കമ്പനിയിലേക്ക് സെലക്ട് ആയിരുന്നു. പക്ഷേ എൻ്റെ ഫ്രണ്ടും ഞാനും വേറെ വേറെ ടീമിലായിരുന്നു. എൻ്റെ ടീമിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഫ്രണ്ട് ടീമിൽ ഒത്തിരി പേരുണ്ടായിരുന്നു. എനിക്ക് ആരോടും ഒരു ഡൗട്ട് ചോദിക്കാൻ, എനിക്ക് പഠിച്ചിട്ടില്ലാത്ത മേഖലയാണ്ട് ഒരു കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അന്നേരം എൻ്റെ ടീം ലീഡ് കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു. എനിക്ക് ആ ടീം ലീഡ് ഒന്നും ചോദിക്കാൻ പറ്റാതെ, ടാസ്ക് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ, പ്രൊജക്റ്റ് ഒന്നും പൂർത്തീകരിക്കാൻ പറ്റാതെ ഞാൻ വളരെയധികം ഒറ്റപ്പെട്ടു. ആ സമയത്ത് എനിക്ക് ആ ജോലി ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ അന്നേരം എൻ്റെ അമ്മയോടും ഈശോയോടും പറഞ്ഞു, നിങ്ങളുടെ 2 പേരുടെ ഹിതം എന്നിൽ ഭവിച്ചുകൊണ്ട് അമ്മയ്ക്ക് ഈശോപ്പന് ഈ ജോലി ഇഷ്ടമാണ്, ഇതാണ് എൻ്റെ ജോലിയെങ്കിൽ ഇത് നല്ലതാണ് എന്ന് എനിക്ക് ഉറപ്പാണ്. അമ്മയെ പരിശുദ്ധ അമ്മേ, എനിക്ക് ഈ ടീം ലീഡ് കുറച്ചും കൂടി സോഫ്റ്റായി പെരുമാറും, എന്നെ കുറച്ചും കൂടി അമ്മയെ ഈശോപ്പച്ചും എനിക്ക് കുറച്ചും കൂടി അത് മനസ്സിലാക്കി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിനെ തുടർന്ന് എൻ്റെ 1 ആഴ്ചയ്ക്ക് ശേഷം എൻ്റെ ടീം ലീഡ് കുറച്ചും കൂടി സോഫ്റ്റായി, നല്ലപോലെ കമ്പനിയായി എന്നെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് തന്ന് എന്നെ അനുഗ്രഹിച്ചു. അതിനുശേഷം എൻ്റെ ട്രെയിനിങ് കഴിഞ്ഞു. പിന്നീട് ഫെബ്രുവരി 26-ാം തീയതി അച്ഛനെ ഡെയിലി ബ്രെഡ് കാണുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു, ഈശോ 7 എന്നൊരു ഗോൾഡൻ ലെറ്ററിൽ കാണിക്കുന്നതായി പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീട് ഫെബ്രുവരി 27-ാം തീയതി എനിക്ക് മെയിലിൽ എൻ്റെ ഓഫർ ലെറ്റർ വരികയും അച്ഛൻ പറഞ്ഞ് 26-ന് ശേഷമുള്ള 7-ാം ദിവസമായ മാർച്ച് 4-ാം തീയതി എനിക്ക് കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോയിൻ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് മെയിൽ വരികയും ചെയ്തു. കമ്പനിയിൽ ഒരു നിയമം ഉണ്ടായിരുന്നു, ഫ്രഷേഴ്സിന് 1 LPA കൂടുതൽ ആർക്കും കൊടുക്കരുത് എന്നൊരു നിയമം ഉണ്ടായിരുന്നു. അത് അറിഞ്ഞേ പിന്നെ ഞാൻ അമ്മയോടും ഈശോപ്പച്ചനും മത്തായി 19:26 പറയുന്ന പ്രകാരം മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമായ എന്ന് എനിക്ക് തെളിവായിട്ട് എൻ്റെ 1 LPയിൽ നിന്ന് എനിക്ക് കുറച്ചും കൂടി മാസ വരുമാനം കുറച്ചും കൂടി കൂട്ടി തന്ന് അമ്മയെ പരിശുദ്ധമ്മയെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചതിനെ തുടർന്ന് വേറെ ആർക്കും ആ കമ്പനിയിൽ കൊടുക്കാത്തത് വർഷവരുമാനം 1 LPയിൽ നിന്ന് എൻ്റെ അമ്മയെ ഈശോയും എനിക്കത് 2 LPA ആയിട്ട് അനുഗ്രഹിച്ചു തന്നു. അങ്ങനെ ഞാൻ നാളെ മാർച്ച് 4-ാം തീയതി കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഞാൻ അമ്മയോടും ഈശോപ്പച്ചനോടും വന്ന് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞിരുന്നുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ സാക്ഷ്യം പറയാൻ വന്നത്. എൻ്റെ യോഗ്യതയാലല്ല, അമ്മയുടെ കൃപയാൽ ഒരു ഉടമ്പടിയുടെ ഫാക്ടേഴ്സായ ലൈറ്റ് വെയ്റ്റിംഗ്, ടൈം ഷോർട്ടനിങ്ങിലൂടെയാണ് എനിക്ക് ഈ ജോലി ലഭിച്ചത്. അമ്മയ്ക്കും ഈശോപ്പച്ചനും ഈ അനുഗ്രഹം തന്നതിന് അമ്മയ്ക്കും ഈശോപ്പച്ചനും കോടാനുകൂടി നന്ദി. രണ്ടാമത്തെ എൻ്റെ ഒരു നിയോഗമായിരുന്നു എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോന് വിവാഹം കഴിഞ്ഞ് 7 വർഷമായിട്ടും കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. അന്നേരം ഞാനിവിടെ അച്ഛനെ കാണാൻ വന്ന ദിവസം കൃപാസനത്തിൽ വെച്ച് അമ്മയോട് ഈശോയോട് പ്രാർത്ഥിച്ചപ്പോൾ ഡിസംബർ മാസത്തിൽ അമ്മയ്ക്ക് ഈശോയിനെ കിട്ടിയ മാസമാണല്ലോ, ആ മാസത്തിൽ തന്നെ എൻ്റെ ചേട്ടായിക്ക് ഒരു മംഗളവാർത്ത ഉണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ കൃപാസനത്തിൽ നിന്ന് പോകുന്നതിന് മുൻപേ ആയിട്ട് ചേട്ടായിയുടെ അമ്മ എന്നെ വിളിക്കാനിടയായി. ചേട്ടായിയുടെ ചേച്ചി ഗർഭിണിയായി എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയും ഈശോപ്പച്ചനും ഈ അനുഗ്രഹം തന്നതിന് കൊടാനുകൂടി നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് എല്ലാ മാസം എൻ്റെ അമ്മയോട് കൂടി ഞാൻ പത്രം വാങ്ങുകയും അതിൽ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പൂശിയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഫോട്ടോസ്റ്റാറ്റും എടുത്തും മത്തായി 21-22 വിശ്വസ്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന വചനം എഴുതിയും ആണ് ഞാൻ എല്ലാവർക്കും കൊടുത്തിരുന്നത്. കഴിഞ്ഞ മാസമായ ഫെബ്രുവരി 8-ാം തീയതി ഞാൻ ഇവിടെ വന്ന്, എൻ്റെ പിറന്നാൾ ദിവസം ഫെബ്രുവരി 8-ാം തീയതി ഞാൻ ഇവിടെ വന്ന് 8 കെട്ട് പത്രം വാങ്ങിക്കുകയും ഞാൻ 144 പ്രത്യക്ഷീകരണ പ്രാർത്ഥന എൻ്റെ സ്വന്തം കൈകൊണ്ട് എഴുതി 4 സ്ഥലങ്ങളിൽ 2 കെട്ട് പത്രമായി എനിക്ക് ജോലി കിട്ടുന്നതിന് മുന്നേ ജോലി അമ്മയെ ഈശോപ്പച്ചന് തന്നു എന്ന് ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമായി എല്ലാവരോടും പറഞ്ഞ് അറിയുന്നവരെ ആഴപ്പെടുത്തുവാനും അറിയില്ലാത്തവരെ അറിയിക്കുവാനുമായി എനിക്ക് അന്ന് സാധിച്ചു. എല്ലാവരോടും ഞാൻ ആ പത്രം പറഞ്ഞു കൊടുത്തു. ഞാൻ ഡെയിലി ബ്രെഡ്, അതേപോലെ ഉടമ്പടി ധ്യാനവും അച്ഛൻ പറയുന്ന ഓരോ കാര്യങ്ങൾ നോട്ട് ചെയ്തും അച്ഛൻ പറയുന്ന ഓരോ വചനങ്ങളും വാക്യങ്ങളും ഞാൻ എൻ്റെ ബൈബിളിൽ കുറിച്ച് വെച്ച് ഞാനത് എല്ലാവർക്കും അതിൻ്റെ കൂടെ ആ വാക്യങ്ങളും വചനങ്ങളും ലിങ്കിൻ്റെ കൂടെ എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുമായിരുന്നു.
എൻ്റെ ഉടമ്പടി എടുത്തതിനുള്ള ശേഷമുള്ള എൻ്റെ ആത്മീയ ജീവിതം, ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ഈശോയും അമ്മയുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ വളരെയധികം ആഴപ്പെടുവാനും ഒത്തിരി എൻ്റെ സങ്കടങ്ങൾ, സന്തോഷങ്ങൾ പറയുവാനും പങ്കുവയ്ക്കുവാനും എനിക്ക് സാധിച്ചു. ഞാൻ എന്നും എൻ്റെ ജോലി തടസ്സം കാരണം ഏഷ്യായ 45:2 ഞാൻ നിനക്ക് മുമ്പായി പോയി എൻ്റെ മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പുകൾ ഒടുക്കുകയും ചെയ്ത് എന്നുള്ള ആ വചനം വായിച്ചിട്ടാണ് ഞാൻ എന്നും പ്രാർത്ഥിക്കാറ്. ഞാൻ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ മർക്കോസ് 1:15 പറഞ്ഞ പ്രകാരം സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കും എന്ന് പറഞ്ഞ പ്രകാരം കുമ്പസാര ജപം ചൊല്ലി വേണം, അനുദപിച്ച് പാപങ്ങൾ ഏറ്റു പറഞ്ഞിട്ട് വേണം സുവിശേഷം വായിക്കാൻ എന്ന് പറഞ്ഞതിന് പ്രകാരം ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ കുമ്പസാരം ചൊല്ലി എൻ്റെ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് അനുദപിച്ചിട്ടാണ് സുവിശേഷങ്ങൾ വായിക്കാറ്. ഞാനൊരു യാക്കോബായ സഭയാണ്, അവിടത്തെ പോലെ 40 ദിവസം കഴിഞ്ഞിട്ടാണ് കുമ്പസാരിക്കാറ്. പക്ഷേ ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുകയും വിശുദ്ധ കുർബാന ഒത്തിരി പ്രാവശ്യം വിശുദ്ധ കുർബാനയ്ക്ക് പങ്കാളിയാകുകയും വിശുദ്ധ കുർബാന അനുഭവിക്കുകയും ചെയ്യാറുണ്ട്. ഞാൻ രാവിലെ 5:30-ക്കും ഉച്ചയ്ക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ട സമയമായ 2:30-ക്കും വൈകുന്നേരം എൻ്റെ കുടുംബത്തോടു കൂടിയും ജപമാലയും ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യാറ്, അമ്മയുടെ കൂടെ അനാഥശാലയിൽ പോയി എല്ലാവർക്കും ഒരു നേരത്തെ ആഹാരം കൊടുക്കുകയും എനിക്ക് കിട്ടുന്ന പോക്കറ്റ് മണിയായിട്ട് കിട്ടുന്ന പൈസ എല്ലാം കൂട്ടിവെച്ച് കുടുക്കയിൽ സൂക്ഷിച്ച് അത് കൂട്ടി ഞാൻ എല്ലാവർക്കും ആഹാരമായി കൊടുക്കാറുണ്ട്. അമ്മയെ ഈശോപ്പച്ചിൽ നിന്ന ഈ അനുഗ്രഹത്തിന് കൊടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. എൻ്റെ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനാണ്. മത്തായിയുടെ സുവിശേഷം 7:24 ദൈവവചനം അനുസരിക്കുന്ന ഏത് വ്യക്തിയും പാറമേൽ പണിത ബുദ്ധിമാനായ മനുഷ്യനാണ്. വചനമനുസരിച്ച് നടപ്പാക്കുന്ന വ്യക്തികൾ പാറമേൽ പണിത വീട് പോലെയാണ്. കാറ്റും മഴയും പ്രളയവും വന്നാലും ആ വീട് തകരില്ല. മനുഷ്യജീവിതത്തിൻ്റെ അടിസ്ഥാനം പണമാണെങ്കിൽ പ്രശ്നം വരുമ്പോൾ നമ്മൾ തളർന്നു പോകും. മനുഷ്യബന്ധങ്ങളാണ് അടിസ്ഥാനമെങ്കിൽ നമുക്ക് നിരാശപ്പെടാം. പക്ഷെങ്കിൽ ദൈവവചനത്തിൽ അടിസ്ഥാനമായ ഒരു ഉടമ്പടി ജീവിതമാണെങ്കിൽ ഏത് പ്രതിസന്ധികളിലും തരണം ചെയ്യാനും നിലനിൽക്കാനുമുള്ള ഒരു ധൈര്യമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം കാണുന്നത്. ഈ കൊച്ചുമകൾ എൽന തങ്കച്ചൻ ഉടമ്പടി ജീവിതത്തിലേക്ക് ചുവട് വെച്ച് വരുന്നതേ ഉള്ളൂ. എങ്കിലും നല്ലൊരു പാറമേൽ പണിത വിവേകമതിയായ ഒരു മനുഷ്യന് തുല്യമായ പോലെ ഒരു പാറമേലുള്ള ഒരു വിശ്വാസത്തിൻ്റെ വലിയൊരു സാക്ഷ്യമാണ് നാം ഓരോരുത്തരും കേട്ടതിവിടെ. പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം പറയാഞ്ഞിട്ട് വേണം ഈ മകൾക്ക് ജോലിക്ക് കയറുവാൻ എന്നുള്ള ഈശോയുടെ അമ്മയോട് പറഞ്ഞതിന് പ്രകാരം ഇന്ന് ഈ മകള് ഇവിടെ വരികയും പരിശുദ്ധ അമ്മയുടെ സാക്ഷിയായിട്ടാണ് നമ്മൾക്ക് വേണ്ടി ആ സാക്ഷ്യം പങ്കുവച്ചത്. പരിശുദ്ധ അമ്മയെ കൂടെയുള്ളപ്പോൾ, ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം കൂടെയുള്ളപ്പോൾ നമുക്കൊന്നും പേടിക്കേണ്ട, ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ്. ഇന്ന് ഈ മകള് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ടാണ് നാളെ ജോയിൻ ചെയ്യാൻ പോകുന്നത്. അത് ഇമ്മൾ വീണ്ടും പറഞ്ഞത് ഇൻ്റർവ്യൂവിന് പോയപ്പോഴൊക്കെ എൻ്റെ മെറിറ്റ് അല്ല, എൻ്റെ ദൈവത്തിൻ്റെ കൃപയാണ്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്. പിന്നെ 2 വർഷത്തോളം കാത്തിരുന്ന ജോലിയാണ് അത്. ടൈം ഷോർട്ടണിൻ്റെ സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ്. ആ ജോലി ഉടമ്പടി എടുത്ത ഉടനെ തന്നെ ഈ മകൾക്ക് നല്ലൊരു ജോലി നൽകി അനുഗ്രഹിക്കുകയും ചെയ്തത്. ഈശോയുടെയും അമ്മയുടെയും അനുഗ്രഹം കൂടെ ഉള്ളതുകൊണ്ട് ഉടമ്പടി മക്കൾക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഉടമ്പടിയിൽ ഈ കൊച്ചുമക്കളുടെ ഓരോ സാക്ഷ്യങ്ങളിലും വെളിപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്. പാറമേൽ പണിത ഒരു വലിയ ഭവനം പോലെ തന്നെയാണ് ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ പടുത്തുയർത്തുന്ന നമ്മുടെ ഭാവി ജീവിതം, നമ്മുടെ ഇന്നത്തെ ജീവിതം. പരിശുദ്ധ അമ്മ കാനായിലെ വിവാഹ വിരുന്നിൽ അവിടെ വെച്ച് അമ്മ പറയുന്ന സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ്. അവർക്ക് കുടുംബത്തിൽ വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മയാണ് അവരെ സഹായിച്ചത്. പരിശുദ്ധ അമ്മ ഇന്നും നമ്മുടെ കൂടെയുണ്ട്, ഉടമ്പടി മക്കളുടെ കൂടെ. നമ്മുടെ ഓരോ കാര്യങ്ങൾ ഏറ്റെടുക്കുവാനും പരീക്ഷയിലുള്ള ഭയങ്ങളും ഇൻ്റർവ്യൂവിലുള്ള ഭയങ്ങളും ജോലിയില്ലായ്മയിലുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം ഏറ്റെടുക്കാനായിട്ട് ഈശോയും അമ്മയും നമ്മുടെ കൂടെയുണ്ട്.
നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ വചനത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാം. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമേറിയ മനുഷ്യനെ പോലെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതവും ഉടമ്പടി എന്ന ഈ വലിയ പദ്ധതിയിൽ ഉറച്ചു വിശ്വസിച്ച് വിശ്വസ്തയോടെ നമ്മുടെ ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. നമ്മുടെ ജീവിതവും പാറമേൽ പണിത ഭവനം പോലെ ആകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ തങ്കച്ചനും കുടുംബത്തിന് ഈ മകൾ വീണ്ടും ഒരു കാര്യം പറഞ്ഞത് പ്രേക്ഷിത പ്രവർത്തനമാണ്. വചനം എഴുതി 144 പേപ്പറിൽ വചനം എഴുതി മറ്റുള്ളവർക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ കോപ്പി കൊടുത്തു മറ്റുള്ളവർക്ക് പങ്കുവെച്ചു എന്നാണ്. അതാണ് നമ്മൾ വിശേഷവിധിയായിട്ട് ദൈവമെല്ലാം നമുക്ക് തരുന്നുണ്ട്. നമ്മളെന്താണ് ഈശോയ്ക്ക് കൊടുക്കുന്നതെന്നാണ് നമ്മുടെ ചോദ്യം. അച്ഛൻ പലപ്പോഴും ജോസഫ് അച്ഛൻ നമ്മളോട് ചോദിക്കാറുണ്ട്, നമുക്കെല്ലാം തരുന്നുണ്ട് ദൈവം, പക്ഷെ നമ്മൾ എന്താണ് കൊടുക്കുന്നത്, നമ്മൾ വിശേഷവതിയായിട്ട് എന്താ ചെയ്യുന്നതെന്ന്. ഈ മകൾ പറഞ്ഞതുപോലെ 144 പേപ്പറിൽ വചനം എഴുതി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ കോപ്പിയും സ്വന്തം കൈയക്ഷരം കൊണ്ട് എഴുതിയാണ് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നത്. ഈ കൊച്ചുമകൾ നമ്മൾ പറയാം ഒരുപക്ഷെ പഠിത്തമുണ്ട്, പരീക്ഷയുണ്ട്, പക്ഷെങ്കിൽ ഈ മകൾ വിശേഷവിധിയായിട്ട് സമയം കണ്ടെത്തി മറ്റുള്ളവർക്ക് വേണ്ടി ആ വചനം മറ്റുള്ളവർക്ക് അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ശ്രമമാണ് ഈ കൊച്ചു പ്രായത്തിൽ തന്നെ ഈ മകളെടുക്കുന്ന വിശേഷവിധിയായിട്ട് ചെയ്യുന്ന പ്രവർത്തികൾ. സുവിശേഷ പ്രഘോഷണം നമ്മുടെ ജീവിതത്തിൽ കൂടുതലും ദൈവത്തെ അറിയാനും നമ്മളെ അനുഭവിച്ച ആ അനുഭവം മറ്റുള്ളവർക്ക് പങ്കുവെക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ മകളുടെ യാക്കോബായിട്ട് നിയമപ്രകാരം 40 ദിവസത്തിൽ ഒരു ദിവസം കുമ്പസാരിച്ചാൽ മതി. പക്ഷെങ്കിൽ ഉടമ്പടി നിയമപ്രകാരം നിബന്ധന പ്രകാരം 2 ആഴ്ച കൂടുമ്പോഴാണ് കുമ്പസാരം. അതനുസരിച്ച് ഉടമ്പടി നിബന്ധന അനുസരിച്ച് 2 ആഴ്ചയിൽ കുമ്പസാരിക്കുന്ന ഒരു മകളാണ്. നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടി ജീവിതം വലിയ മാറ്റങ്ങളാണ് വരുത്തുന്നത്. ഒരു ആത്മീയ ജീവിതം, എന്തും തരണം ചെയ്യാനുള്ള ധൈര്യം, എന്തും നമ്മുടെ കൂടെ ഈശോയും അമ്മയും കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യം ലഭിക്കുന്നത് ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ ജീവിക്കുമ്പോഴാണ്. നമ്മുടെ ജീവിതത്തിലും കൂടുതൽ വിശ്വസ്തയോടെ കൂടുതൽ തീഷ്ണതയോടെ ഉടമ്പടി ജീവിതം നയിക്കാൻ നമുക്കും പ്രാർത്ഥിക്കാം. എല്ലാ തങ്കച്ചനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ